കുഴൽനാടൻ്റെ ഉണ്ടയില്ലാത്ത വെടി ഹൈക്കോടതി തന്നെ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മഴവിൽ സഖ്യത്തിൻ്റെ ഒരു ആരോപണവും കൂടി തകർന്ന് തരിപ്പണായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മാധ്യമങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലൊപ്പം തന്നെയല്ലേ, മാധ്യമങ്ങളല്ലേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കക്ഷി. അപ്പം നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ള നല്ല അടിയാണ്. കാലഹരണപ്പെട്ട ഉണ്ടംപൊരി ന്യായങ്ങളുമായി വ്യവഹാരത്തിന് ഇറങ്ങിത്തിരിച്ചാൽ ഇങ്ങനിരിക്കും. രമ്യഹർമ്മത്തിൻ്റെയും കമല ഇൻ്റർനാഷണലിനെയും പോലെ മാധ്യമ സഹായത്തിൽ പ്രതിപക്ഷം കെട്ടിപ്പൊക്കിയ നുണയുടെ ഒരു ചീട്ടുകൊട്ടാരം കൂടി മാതൃകാ രീതിയിൽ പൊളിഞ്ഞു വീണു. അതെ, മാസപ്പടി കേസുമായി കോടതി കയറിയ മാത്യു കുഴൽനാടനും കൂട്ടർക്കും ഹൈക്കോടതിയിൽ നിന്ന് കണക്കിന് കിട്ടി. കോടതിയുടെ ഭാഷയിൽ അയഞ്ഞ കടലാസ് കൂട്ടവുമായി വന്നാൽ അന്വേഷണമാവില്ല. മുഖ്യമന്ത്രിക്കെതിരെയും വീണയ്ക്കെതിരെയും അന്വേഷണം വേണ്ട എന്ന് കോടതി. പ്രഥമ ദൃഷ്ട്യാ പോലും നിലനിൽക്കാത്ത കേസ് അങ്ങനെ ചവറ്റുകൊട്ടയിൽ പോകുമ്പോഴും പാൽപ്പായസം ഉണ്ണാൻ കാത്തിരുന്ന മാധ്യമങ്ങൾക്ക് നിരാശ. ഇപ്പോഴത്തെ വാർത്തയിലും മുഖ്യമന്ത്രിക്ക് ആശ്വാസം, ഏതോ ഔദാര്യം പോലെ ആണ് മാധ്യമങ്ങൾ പലരും അച്ചുനിരത്തിയത്. കൈരേഖ കാട്ടി ശങ്കരാടി സിൻഡ്രോമുമായി കോടതി വരാന്തയിൽ കയറിയ പ്രതിപക്ഷത്തിന് മാത്രമല്ല, പിണറായിയെ അങ്ങ് പൂട്ടിക്കളയാമെന്ന് യുക്തി മറന്ന് കപടകാര്യങ്ങൾക്ക് പിന്നാലെ പോയ മാധ്യമങ്ങൾക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് ഹൈക്കോടതി വിധി. ഇല്ലാവചനങ്ങൾ മൊഴിഞ്ഞ് തേജോവധം നടത്തി നേട്ടം കൊയ്ത് കടന്നു പോകാമെന്ന് കരുതുന്നവർ കുഴിയിൽപ്പെടുമ്പോൾ തിരുത്തേണ്ടത് ആരൊക്കെ, തിരിയേണ്ടതെന്തൊക്കെ, നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: എം പ്രകാശൻ മാസ്റ്റർ, CPIM മുതിർന്ന നേതാവ്; നിതേഷ് അരവിന്ദ്, കോൺഗ്രസ് വക്താവ്; മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ M ജയചന്ദ്രൻ; മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത്. ഇപ്പോൾ ഞാൻ നിജേഷ് അരവിന്ദിലേക്ക്, ആദ്യം കോൺഗ്രസ് വക്താവിലേക്ക്. നിജേഷ്, എന്തു തോന്നുന്നു ഇപ്പോൾ? ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു. ആ വിധിക്കകത്ത് പറയുന്നു, കൂടുതൽ തെളിവ് ഹർജിക്കാരൻ്റെ കൈവശമുണ്ട് എങ്കിൽ ആ തെളിവുകളുമായി അടുത്ത കോടതിയിലേക്ക് ഹർജി പോകാം. അതിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചതായിട്ട് കാണുന്നില്ല. നേരത്തെ വിജിലൻസ് കോടതി വിധിക്കകത്ത് പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഹൈക്കോടതി നിരീക്ഷിച്ചു ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസ് എന്നത് എടുത്തു മാറ്റണം. അതിനപ്പുറത്തേക്ക് ശ്രീ കുഴൽനാടൻ്റെ കൈവശമുണ്ടായിരുന്ന തെളിവുകൾ കോടതിക്ക് സ്വീകാര്യമല്ല. അത് കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ, കോടതിക്ക് സ്വീകാര്യമാവുന്ന കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ വീണ്ടും ഹർജിയുമായി വരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. വീണ്ടും ഹർജിയുമായിട്ട് മുന്നോട്ട് പോകും. അതിനപ്പുറത്തേക്ക് നിജേഷ് അരവിന്ദ്, സാധാരണഗതിയിൽ ഈ വാർത്തകളൊക്കെ ഇതിൻ്റെ അവ്യക്തത നിലനിന്നിരുന്ന ഘട്ടത്തിൽ ഇതൊക്കെ വലിയ ആവേശത്തോടുകൂടി ചർച്ച ചെയ്യുമ്പോൾ നിജേഷ് അരവിന്ദ് അടക്കമുള്ളവർക്ക് ഇതല്ലായിരുന്നു സമീപനവും ആവേശവും. ഇപ്പോൾ അത് വളരെ ലളിതവൽക്കരിച്ച് ഏതോ ഒരു കാര്യം, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെയുള്ള രീതിയിൽ താങ്കൾ പറഞ്ഞു പോകുന്നത് താങ്കളുടെ രാഷ്ട്രീയമായ പരിമിതിയായിരിക്കാം. പക്ഷേ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം, ഇത് മലയാളത്തിൽ ഹർജി തള്ളി എന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ കോടതിയുടെ വാക്കുകളിൽ റിജക്റ്റ് ചെയ്തു എന്നാണ്, ഡിസ്മിസ് ചെയ്തു അല്ല, റിജക്റ്റ് ചെയ്തു എന്നാണ്. അതായത് പ്രഥമ ദൃഷ്ട്യാ പോലും ഈ കേസ് നിലനിൽക്കില്ല എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യമായതുകൊണ്ട്, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എടുത്ത് ചവറ്റുകൊട്ടയിലിട്ടു എന്നർത്ഥം. നിജേഷ്, അതുകൊണ്ട് ഇത്ര നിസ്സാരവൽക്കരിച്ച് പറയുമ്പോൾ ജനങ്ങളിത് കാണുന്നുണ്ട്. അല്ല, ജനങ്ങളിത് കാണുന്നുണ്ട്. വീണ്ടും തെളിവുകളുമായി ഹർജി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അത് സ്വാഭാവികമാണല്ലോ. അതിപ്പോ ആർക്കും ഒരു കാര്യമുണ്ട്. നിജേഷ് അരവിന്ദ്, അല്ലല്ല, എനിക്കൊരാവേശവുമില്ല. ആവേശമുള്ള മാധ്യമങ്ങളുണ്ട്, അവരോടൊപ്പമായിരുന്നു നിജേഷ് അരവിന്ദ് കൂട്ടർ. ഞാൻ ഒറ്റക്കാര്യം പറയുന്നു, താങ്കൾ പറഞ്ഞല്ലേ ഇനി തെളിവുകളുമായി കോടതിയിൽ പോകാമെന്ന്. അങ്ങനെ മാത്രമേ ഒരു കോടതിക്ക് പറയാനാകൂ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രൊസീജിയർ കൂടി താങ്കൾ കാണണം. ഇനി റിജക്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ ഈ ഹർജിക്കാരനാകില്ല, മാത്യു കുഴൽനാടനാകില്ല. കാരണം എന്താണെന്നറിയാമോ, ഇനി നേരിട്ട് സുപ്രീം കോടതിയിലേക്കാണ് പോകേണ്ടത്. അപ്പീൽ പോലും ആ രീതിയിലുള്ള സ്വഭാവത്തിലാണ് മാറുന്നത്. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാനാകില്ല ഇനി. അങ്ങനെയുണ്ട്. അല്ല, അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ എനിക്കറിയില്ല. അത് അല്ല, ഞാനും നിയമപരിജ്ഞാനമുള്ളവരുമായി റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അല്ല, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഹർജിക്കാരന് വീണ്ടും മുന്നോട്ട് പോകാം, കേസുമായിട്ട് മുന്നോട്ട് പോകാം, കോടതിക്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ. ഞാൻ ചോദിക്കട്ടെ, കീഴ്ക്കോടതി വിധിയെ തള്ളുന്ന ഹൈക്കോടതി വിധി ഉണ്ടാവാറുണ്ട്.
ഹൈക്കോടതി വിധിയെ തള്ളുന്ന സുപ്രീം കോടതി വിധി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ കേസേ അസ്തമിച്ചു, ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, CMRൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പൈസ കൈപ്പറ്റിയിട്ടില്ല, ചെയ്യാത്ത സേവനത്തിനാണ് എന്ന് മൊഴി കൊടുത്തിട്ടില്ല, SFIയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെയാണ് വിധി വന്നത് എങ്കിൽ നമ്മൾ അതിലാണല്ലോ VD സതീശൻ ഇപ്പോൾ ഒരു ആശ്വാസ വാക്ക് കണ്ടെത്തിയത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ താങ്കൾ പറയുന്നത് പോലെയുള്ള മറ്റു വസ്തുതകൾ, മാസപ്പടി വാങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അതിൽ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് അവർക്ക് നൽകിയത് എന്നൊക്കെയുള്ള വാദം പൊളിഞ്ഞു വീണു. അതിനൊന്നും ഒരു തെളിവുമില്ല. തെരുവിൽ നിന്നുകൊണ്ട് വെറുതെ പറയാം എന്നുള്ള അല്ലാതെ ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാകേണ്ടത് മറ്റൊന്നുമല്ല. അല്ലേ? അല്ലേ അജിംഷാദ്, ഞാനല്ല കണക്ക് പറഞ്ഞത്. ഒരു അന്വേഷണ ഏജൻസിക്കകത്ത് CMRL എന്ന് പറയുന്ന കരിമ്പട്ടികയിൽ പെടുന്ന കമ്പനി കൃത്യമായി എല്ലാ മാസവും ലക്ഷക്കണക്കിന് രൂപ, 1,72,00,000 രൂപ ഒരു സേവനവും ചെയ്യാത്ത വീണ വിജയന്റെ എക്സലോജി കമ്പനിക്ക് കൊടുത്തു എന്നുള്ളത് അതായിരുന്നല്ലോ വാദം. അതല്ലേ കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും ഇപ്പോൾ തിരിച്ചടി മേടിച്ചത്. എന്നിട്ടും അതേ വാദം പറയാൻ നിജേഷ് അരവിന്ദിനെ പോലെ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനാകുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അജിംഷാദ് അതല്ല പറഞ്ഞത്. അജിംഷാദ് വ്യക്തമായി കേൾക്കുക, ഇതല്ല എന്നല്ല പറഞ്ഞത്. ഇതിനിടയിൽ അഴിമതിയുണ്ടോ, അതായത് CMRL കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഈ മാസപ്പടി കൊടുത്തത് എന്നതിന് ആവശ്യമായ സ്വീകാര്യമായ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ സംഭവം ഇല്ല എന്നൊരു കോടതി പറഞ്ഞിട്ടില്ല. ഞാനൊരു ആരോപണം നിജേഷ് അരവിന്ദിനെതിരെ ഉന്നയിച്ചാൽ അതിനുള്ള തെളിവുകൾ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്നാണ് അതിന്റെ അർത്ഥം. കോടതിയിൽ പോലും അജിംഷാദിനെ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ CMRL കമ്പനിയിൽ നിന്ന്, കർത്തയുടെ കമ്പനിയിൽ നിന്ന് 1,72,00,000 രൂപ വാങ്ങിയിട്ടില്ല എന്ന് അജിംഷാദിന് പറയാൻ പറ്റുമോ? ആര് പറഞ്ഞു? അവർ സേവനത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഒരു കമ്പനി എന്ന നിലയിൽ അവർ വാങ്ങിയിട്ടുണ്ടാകും. അത് അവർ ചെയ്യുന്ന സേവനവുമായി ബന്ധപ്പെട്ടാണ്. അതിവിടെ ഒരു വിഷയമല്ലല്ലോ. നിജേഷ് അരവിന്ദ് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒറ്റ കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കണം. താങ്കളുടെ ചോദ്യത്തിന് അല്ലല്ല ഞാൻ എന്റെ ചോദ്യം ഡയറക്റ്റ് ആണ്. ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നു. ഒരു സ്വതന്ത്ര വ്യക്തി എന്ന നിലയിൽ ഒരു IT ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വീണ വിജയൻ എന്ന വ്യക്തി നടത്തുന്ന ബിസിനസ്സിന് വാങ്ങുന്ന, അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് വാങ്ങുന്ന പണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ മുഖ്യമന്ത്രിക്കോ നൽകിയ പണമാണ് എന്നാണോ താങ്കൾ പറയുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ആണോ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു സേവനവും ചെയ്യാൻ ആര് പറഞ്ഞു സേവനം ചെയ്തില്ലെന്ന്? ആര് പറഞ്ഞു സേവനം ചെയ്തില്ലെന്ന്? ഒരു നിശ്ചിത കാലയളവിലേക്ക് വീണ വിജയന്റെ എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് വീണ വിജയനോ അല്ലെങ്കിൽ CMRL ജീവനക്കാരോ ഇക്കാലം വരെ പറഞ്ഞിട്ടില്ല. അതായിരുന്നു ഇന്റീരിയം സെക്രട്ടറി ബോർഡിന് മുമ്പിലേക്ക് വന്ന കേസ്. ഒരു സേവനവും വാങ്ങാതെ വീണ വിജയൻ പണം വാങ്ങി എന്നുള്ളതല്ലേ കേസ്. അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇത് വാദിയെ പ്രതിയാക്കുന്ന വാദങ്ങളാണ് ഇപ്പോഴും നിജേഷ് അരവിന്ദിനെ പോലെ ഒരു പൊതുപ്രവർത്തകൻ ഉന്നയിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അതായത് ഇതേ വാദമല്ലേ മാത്യു പോളിനാണ് കോടതിയിൽ അവതരിപ്പിച്ചത്. എന്നിട്ട് കോടതിയല്ലേ പറഞ്ഞത് തെളിവില്ലാതെ മേലിൽ അയഞ്ഞ പേപ്പർ കൂട്ടവുമായി ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞത് ചവിറ്റുകൊട്ടയിൽ എറിയുകയല്ലേ ചെയ്തത്. അതിലാണോ വീണ്ടും താങ്കൾ വാദം കെട്ടിവെക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞതില്ല. അജിംഷാദിനെ ആശ്വസിക്കാം, ചിരിക്കാം, കളിയാക്കാം, പരിഹസിക്കാം. വീണ വിജയൻ 1,72,00,000 രൂപ മാസപ്പടിയായി മാസാമാസം വാങ്ങിയതും പിന്നീട് വായ്പയായി വാങ്ങിയതും ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിനെ നിങ്ങൾ പറയുന്ന കോടതി വിധി കൊണ്ട് മറച്ചു വെക്കാൻ സാധിക്കില്ല. എന്ത് സേവനമാണ് വീണ വിജയൻ ഈ കമ്പനിക്ക്, CMRL കമ്പനിക്ക്, കരിമണൽ കമ്പനിക്ക്, കർത്തയുടെ കമ്പനിക്ക് കൊടുത്തത് എന്ന് ഈ ദിവസം വരെ വീണ വിജയൻ എന്ന് പറഞ്ഞിട്ടില്ല. നിജേഷ് അരവിന്ദ്, അതായത് ഈ കമ്പനിയുമായി പ്രവർത്തകനെ എനിക്ക് വിശ്വാസമാണ്. അജിംഷാദ് എന്ന മാധ്യമ പ്രവർത്തകനെ എനിക്ക് വ്യക്തിപരമായ വിശ്വാസമാണ്. വീണ വിജയന്റെ എക്സലോജി കമ്പനി CMRL കമ്പനിക്ക് കൊടുത്ത സേവനം എനിക്കൊന്ന് വിശദീകരിച്ചു തന്നാൽ മതി. ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതായത്
ഈ എക്സാലോജിക് എന്ന കമ്പനിയുമായി സേവനത്തിനായി ഒരു നിശ്ചിത കാലയളവിലേക്ക് അവർ ഒരു കോൺട്രാക്റ്റിലേക്ക് ഒപ്പിടുന്നു. ആ കോൺട്രാക്റ്റ് പ്രകാരമുള്ള തുകയല്ലാതെ അവർ കൈപ്പറ്റിയിട്ടില്ല. ആ തുക കൈപ്പറ്റിയിട്ടുണ്ട്. അത് സേവനം എന്നുള്ളതല്ല, ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റിന് മായി ബന്ധപ്പെട്ടുള്ള ഒബ്ലിഗേഷനാണ് ആ ഇത്ര കാലത്തേക്കുള്ള സേവനം, അതിന് ഇത്ര രൂപ തരും. അത് വർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു കോൺട്രാക്റ്റാണത്. ആ കോൺട്രാക്റ്റിൽ എക്സാലോജിക് കമ്പനിയും ഈ CMRL-മായി നടത്തിയ കോൺട്രാക്റ്റ് പ്രകാരമുള്ള തുകയാണ്. അതല്ല എന്ന് സമർത്ഥിക്കാൻ, അത് അഴിമതിപ്പണമാണെന്ന് സമർത്ഥിക്കാനായാണ് മാത്യു കുഴൽനാടനും കൂട്ടരും പോയത്. അവർക്കാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയത്. അത് ഒരു കോടതിയിൽ നിന്നല്ല, ഹൈക്കോടതിയിൽ നിന്നടക്കം. മാത്രമല്ല, ഇത് ഡിസ്മിസൽ അല്ല, ഇത് റിജക്ഷനാണ്, റിജക്റ്റ് ചെയ്തത്. അതായത് ഇനി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോലും ഇതിൻ്റെ അപ്പീലുമായി ബന്ധപ്പെട്ട് പോകാനാകില്ല. സുപ്രീം കോടതിയിൽ വേണമെങ്കിൽ പോകാം. അത് ഓരോ പൗരനും, കൊലപാതകം ചെയ്ത ആളിന് പോലും സുപ്രീം കോടതി വിധിച്ചാൽ പിന്നീട് പ്രസിഡന്റിലേക്ക് പോകാമല്ലോ, പാർഡൻ. അതുപോലൊരു പ്രൊസീജിയറായി മാത്രം കണ്ടാൽ മതി. പക്ഷേ ഇതുവരെയുള്ള കോടതികളിലെല്ലാം, ഹൈക്കോടതിയിൽ അടക്കം തിരിച്ചടി കിട്ടി എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്നിട്ടും നിജേഷ് ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ഞാൻ അജിംഷാദിനോട് പറഞ്ഞതാണ്, ഒരു പ്രതി ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂവിന്റെ പേരിൽ ഒരു ടെക്നിക്കലും അല്ല, ഒരു ടെക്നിക്കൽ ഇഷ്യൂ അല്ല, പ്രതിക്ക് ഒരു ടെക്നിക്കൽ ഇഷ്യൂ അല്ല. സംശയമില്ല. ഇവിടെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ എന്താണ്? ടെക്നിക്കൽ ഇഷ്യൂ എന്താണ് നിജേഷ് അരവിന്ദ്? എന്താണ് കോടതിയിൽ ഞാനൊരു കാര്യം പറഞ്ഞ കാര്യം, ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള സേവനം. ഞാൻ അജിംഷാദിനോട് വളരെ സ്നേഹപൂർവ്വം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, എന്ത് സേവനമാണ് എക്സലോജിക് കമ്പനി CMRL കൊടുത്തത്? 1. 2, കോൺട്രാക്ട് എന്തായിരുന്നു? CMRL കമ്പനിയും എക്സലോജിക് കമ്പനിയും തമ്മിലുള്ള കോൺട്രാക്ട് ഏത് സേവനം കൊടുക്കാമെന്നുള്ളതായിരുന്നു. അതെനിക്ക് അജിംഷാദ് വിശദീകരിച്ചാൽ മതി, വീണ വിജയൻ വിശദീകരിക്കേണ്ട. അത് വിശദീകരിച്ചാൽ ഞാൻ സംതൃപ്തനായി. അല്ല, ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന അഴിമതിപ്പണം ആണ് എന്ന നിങ്ങളുടെ വാദം, അതിനാണ് കോടതിയിൽ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. അതങ്ങനെയാണ് എന്ന് സമർത്ഥിക്കാനുള്ള എന്ത് തെളിവാണ് നിങ്ങളുടെ പക്കലുള്ളത്? അത് പറയൂ ആദ്യം. അതാണല്ലോ കേസിന്റെ മെറിറ്റ്. അതാണല്ലോ കേസിന്റെ മെറിറ്റ്. അജിംഷാദ്, ഞാൻ പറയുന്നു, എക്സലോജിക് കമ്പനി, മുഖ്യമന്ത്രി വീണ വിജയൻ ഒക്കെ വിട്ടേക്ക്, എക്സലോജിക് കമ്പനി CMRL അതെങ്ങനെ വിടും? ഇൻഫർമേഷൻ ടെക്നോളജി, IT കമ്പനിയുടെ സേവനം എന്താണ്? സോഫ്റ്റ്വെയർ ആണോ, ഹാർഡ്വെയർ ആണോ, അല്ലെങ്കിൽ ഇത്ര കാലത്തേക്കുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ, ഡാറ്റ എൻട്രി ആണോ, എന്തോ ആവട്ടെ, CMRL കമ്പനി എന്ന കരിമണൽ കമ്പനിക്ക് എക്സലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ഏത് സേവനമാണ് അത് അജിംഷാദ് വിശദീകരിക്കേ. നിശ്ചിത കാലയളവിൽ എന്നുള്ളതല്ലേ ആ എക്സലോജിക് കമ്പനികളിലൊക്കെ ഒരു പണിയും കൊടുക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചാൽ മാസപ്പടി എന്നാണ് പറയാ അജിംഷാദെ. അത് ഏതെങ്കിലും ഒരു കോടതിയിൽ കേസ് നിലനിൽക്കില്ല. അഴിമതി ഇല്ലാതാകുന്നില്ല, അഴിമതിയായി തന്നെ നിലനിൽക്കുന്നു, ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കപ്പെടുകയും ചെയ്യും. അജിംഷാദിന്റെ ആകെയുള്ള വാദമുഖം എന്താണ്? കോടതി ഇത് പറഞ്ഞു, കോടതി പറഞ്ഞതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യമോടെ നിൽക്കുന്നില്ലേ? ശരി. The learned special judge departed from the mandate of section 190/200 CRPC and conducted a mini trial and finally rejected the complaint which is unknown to law. അതായത് ഒരു മിനി ട്രയൽ ഈ വിഷയത്തിൽ നടത്തിയതിന് ശേഷമാണ് ഈ CRPC പ്രകാരം 190ഉം 200ഉം വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് കണ്ടുകൊണ്ടാണ് കോടതി ഈ വിഷയം റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാത്യു കുഴൽനാടൻ്റെ വാദങ്ങളും കേസുമൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് എഴിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും വീണ വിജയനുമെതിരെ അന്വേഷണം വേണ്ട, അതിന് പ്രസക്തമായ ഒരു കാര്യവും ഇവിടെ പറയുന്നില്ല. നോക്കൂ നിജേഷ് അരവിന്ദ്, തെരുവിൽ നിന്ന് ഒരു ജൽപ്പനത്തിൽ തോന്നുന്ന വാദം ചുമ്മാതെ വിളിച്ചു പറഞ്ഞാൽ അതിന് കോടതി ചെവി കൊടുക്കണമോ? അതിന് ഇവിടുത്തെ നിയമ സംവിധാനം ചെവി കൊടുക്കണമോ? ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ ജനപ്രതിനിധികൾ അതിന് ചെവി കൊടുക്കണമോ? അതിന് ഉത്തരവാദിത്തം വഹിക്കണമോ? എന്തൊരു അപഹാസ്യമായ വാദമാണ് നിജേഷ് അരവിന്ദ് നിരത്തുന്നത്. ഞാൻ തിരിച്ചെത്താം നിജേഷിലേക്ക്, ഞാൻ തിരിച്ചെത്താം. ശ്രീ പ്രകാശം മാസ്റ്റർ, അതായത് പിടികിട്ടി, കയ്യോടെ പിടികൂടി, എന്നിട്ടും വാദങ്ങൾ ഉന്നയിക്കുകയാണ്. അതാണ് ഇവിടെ കോൺഗ്രസ്, VD സതീശനായാലും നിജേഷ് അരവിന്ദ് ആയാലും ഒക്കെ ചെയ്യുന്നത്.
ഇപ്പോൾ പറയുന്ന വാദം പുതിയ തട്ടിലേക്കാണ് ഉയരുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്, ഇൻകം ടാക്സ് അടച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം തെളിവ് സഹിതം പൊളിഞ്ഞു വീണു. ഇപ്പോൾ വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഇതൊക്കെ പൊളിഞ്ഞു വീണു. എന്നിട്ടും വാദം ഉന്നയിക്കുന്നത് SFIOയുടെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്നാണ്. കേരളത്തിലെ കോൺഗ്രസിനും അതുപോലെ തന്നെ BJPക്കും ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം എന്തുകൊണ്ടെന്നാൽ അവരുടെ സ്വപ്ന സൗധം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് തന്നെ ഇതിൻ്റെ മേലെയാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരള മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്തുക, അതുവഴി CPMനെയും കേരള ഗവൺമെൻറ്റിനെയും ആക്രമിക്കുക, ഇതാണല്ലോ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു മിനിമം അജണ്ട. ആ അജണ്ട പരിപൂർണമായിട്ടും തകർത്ത് കളഞ്ഞതാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധി. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സത്യസന്ധതയുണ്ടെങ്കിൽ കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കണം. ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പിൻബലമില്ലായിരുന്നുവെങ്കിൽ ഇവർക്ക് ഈ വാദം തന്നെ ഉന്നയിക്കാൻ വേണ്ടി കഴിയുമായിരുന്നില്ലല്ലോ. പറയുന്ന കേട്ടാ തോന്നുക ഈ കേസിനകത്ത് ഉണ്ടായിരിക്കുന്ന ആദ്യത്തെ വിധിയാണിത് എന്നല്ലേ. ഈ രണ്ടുപേരും 23-ലും 24-ലും ഈ കേസിന്റെ മേലെ വിധി ഉണ്ടായിട്ടുണ്ട്. വിജിലൻസ് കോടതി ഈ കേസ് ഇതേ വാദമുഖങ്ങൾ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞതാണ്. അതിൻ്റെ മേലെയുള്ള അപ്പീലാണല്ലോ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പീലിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഒന്ന്, ഈ പറയുന്ന പോലെ ഈ കരാർ നേടിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ് എന്ന കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു ജോലിയും ചെയ്യാതെയാണ് പണം കൊടുത്തിരിക്കുന്നത്. ആദായ നികുതി ഇതിൽ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന CMRLന് അനധികൃതമായിട്ട് ആനുകൂല്യം കൊടുക്കാൻ CM ഇടപെട്ടിട്ടുണ്ട്. എന്താ കോടതി കണ്ടെത്തിയിരിക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്ഥാപിക്കാൻ ഒരു നിലയിലുമുള്ള തെളിവ് കിട്ടിയിട്ടില്ല. ഇനി എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കോടതികളെ സമീപിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും തെളിയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ CMRL ഒരു പണിയും എടുത്തിട്ടില്ല എന്ന് പിന്നെ ഇവർ പറഞ്ഞില്ല. അതാരാ പറയേണ്ടത്? ഇവിടെ എക്സാലോജിക് സൊല്യൂഷൻസ് നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് CMRലാണ്. CMRL ഈ പറയുന്ന നേരത്തെയുള്ള ഈ ബോർഡിന് അവർ കൊടുത്തിരിക്കുന്ന, അതിന് MD കൊടുത്തിരിക്കുന്ന പിന്നെ അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച എല്ലാ സർവീസും കിട്ടിയിട്ടുണ്ട്. 2 സർവീസാണ്. ഒന്ന് സോഫ്റ്റ്വെയർ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കംപ്ലൈൻറ്റുകളുടെ പിന്നെ തകരാറ് നീക്കൽ, മറ്റൊന്ന് വ്യക്തിപരമായിട്ടുള്ള വീണയുടെ പങ്ക്. ഈ 2 കാര്യങ്ങൾക്കാണ് എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻ്റ് അനുസരിച്ച് പൂർണ്ണമായിട്ട് കാര്യങ്ങൾ കിട്ടിയെന്ന് MD തന്നെ, ഈ സ്ഥാപനത്തിന് MD തന്നെ നേരത്തെ ഇൻ്റർനെറ്റ് സെറ്റിൽ ബോർഡ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ഉണ്ട്. അതില്ലെന്ന് ഇവർ പറഞ്ഞെങ്ങനെ ശരിയാവുന്നേ? പിന്നെ ഓരോ മാസമാണ് കൊടുത്തിരിക്കുന്ന പണം. അത് കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ വർക്ക് അസസ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് പോകുന്നുണ്ടല്ലോ ഈ പറയുന്ന CMRLന്. ആ റിപ്പോർട്ടിന് മേലെയാണ് മന്ത്ലി പേയ്മെന്റ് നടക്കുന്നത്. അതിന്റെ രേഖ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി അവർ ഒരു നില അത് പൂർണ്ണമായിട്ടും അടക്കാനുള്ള ടാക്സ് കഴിച്ച് ബാക്കി സംഖ്യയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത്. കൃത്യമായിട്ട് ടാക്സ് കൊടുത്ത് മന്ത്ലി അസസ്മെന്റ് നടത്തിയിട്ട് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റിന് മേലെ പണം കൊടുത്തതിന് മാസപ്പടി എന്ന് വിളിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടെന്നറിയോ? മനോരമയും മാതൃഭൂമിയും അത് ആവർത്തിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ അതിനേറെ മാസപ്പടി എന്ന് വിളിക്കുക. എന്നിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ കോടതിയിൽ പോയി. വിജിലൻസ് കോടതിയിൽ 3 കേസ് കൊടുത്തു, 3ഉം തള്ളി. ഇപ്പോൾ 2 കേസിന് മേലെ അപ്പീൽ പോയി, അത് പൂർണ്ണമായിട്ട് തള്ളി. എന്നിട്ടും നിങ്ങൾക്ക് ചർമ്മശക്തിയിൽ അപാരത എന്നല്ലാതെ വേറെ എന്താ പറയാൻ വേണ്ടി കഴിയുക? നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിൽ പറയുന്നതാണ്. പക്ഷേ ഇവരിപ്പോ ഇതെല്ലാം ഉന്നയിച്ചിരിക്കുന്നത് ഇന്ന് കുഴൽനാട് പറഞ്ഞു ഞാൻ അഴിമതിക്കെതിരെ പോരാടും. ഞാൻ ചോദിക്കട്ടെ, കുഴൽനാടിനെതിരെയുള്ള കേസ് ഇപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ. ചിന്നക്കലാലിൽ അദ്ദേഹം കെട്ടിയിരിക്കുന്ന റിസോർട്ട്, ആ റിസോർട്ട് ഈ പറയുന്ന പോലെ അനധികൃതമായിട്ട് ഭൂമി കയ്യേറിയിട്ടും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടും തരം മാറ്റാൻ വേണ്ടി പാടില്ലാത്ത ഭൂമി തരം മാറ്റിയിട്ടുണ്ടാക്കുന്നതിൻ്റെ കേസ് ഇപ്പോൾ നിലവിലുണ്ടല്ലോ. എന്താ കോൺഗ്രസിന് മിണ്ടാൻ വേണ്ടി കഴിയുന്നില്ലല്ലോ. അതോടൊപ്പം തന്നെ അതിന് പുറമെ 53 സെന്റ് സ്ഥലം സ്വന്തമായിട്ട് സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്നുള്ള കേസ് വിജിലൻസ് കേസുണ്ടല്ലോ, ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. അതിന് പുറമെ നികുതി വെട്ടുമേലെ കേസുണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം പറയാണ് അഴിമതിക്കെതിരെയുള്ള ധാർമ്മിക യുദ്ധം ഞാൻ തുടരും. നാണുമില്ലേക്ക് പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു കമ്പനി അത് കൃത്യമായിട്ട് ജോലി ചെയ്ത് പണം വാങ്ങിച്ചതിന് അത് അഴിമതി, അത് CMന്റെ മകളായതുകൊണ്ടാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയാ. സ്വന്തമായിട്ട് ഭൂമി തട്ടിപ്പാക്കുക, ഒരു കാരണവശാലും തരം മാറ്റാൻ പറ്റുന്ന തരം മാറ്റുക, രജിസ്റ്റർ ചെയ്യുക, അനധികൃതമായ ഭൂമി കൈവശം വെക്കുക. അയാൾ പുണ്യവാളൻ. ഈ പറയുന്ന ന്യായമായിട്ട് ജോലി എടുത്ത് പൈസ വാങ്ങിച്ച ആള്, അവർ അഴിമതി നടത്തുന്ന ആള്.
നാണക്കേട് ആവണം നിങ്ങൾക്ക്. അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാപ്പ് പറയണം കേരളത്തിലെ ജനങ്ങളോട്. ഈ അന്യായമായ കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞതിന് കോൺഗ്രസ് മാപ്പ് പറയാൻ വേണ്ടത് ഈ വിധി അംഗീകരിച്ചിട്ട്. ഇപ്പോഴും തോമസ് കുഴനാട് പറയുന്നില്ലല്ലോ സുപ്രീം കോടതി പോകുന്നത്. എന്തിനാ പറയാത്തത്? സുപ്രീം കോടതി പോകുന്നു പറഞ്ഞുകൊണ്ടൊന്നുമല്ല. സുപ്രീം കോടതി പോയാൽ ചിലപ്പോ പെനാൽറ്റി കൂടി കിട്ടും ഈ കേസിന്. കാരണം അത്ര ശക്തമായിട്ട് ഞാൻ തിരിച്ചെത്താം പ്രകാശ് മാസ്റ്റർ, കോൺഗ്രസ് എന്ന് ചോദിച്ചു പോകും. തീർച്ചയായും ശ്രീ എം ജയചന്ദ്രനും എ സജീവനും രണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ്. നിങ്ങളടക്കം ഉള്ള മാധ്യമ പ്രവർത്തകർ പോലും ധാർമ്മികമായി ഒരു വിചാരണയിലേക്ക് എത്തുകയാണ്. ഞാൻ വ്യക്തിപരമായല്ല പറയുന്നത്. കാരണം ഈ വിഷയത്തിൽ മാപ്പ് പറയേണ്ടത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് മാത്രമാണോ? മാധ്യമ സമൂഹത്തിലെ വലിയൊരു വിഭാഗമല്ലേ? നോക്കൂ ശ്രീ എം ജയചന്ദ്രൻ, ഇന്ന് പോലും ഇത്ര അധികം തിരിച്ചടി കോടതിയിൽ നിന്ന് കട്ട് ആൻഡ് ഡ്രൈഡായി വളരെ വ്യക്തമായി കോടതിയിൽ നിന്ന് ഈ വിധി ഒരു തിരിച്ചടിയായി കോൺഗ്രസിനും ആ കേസ് നൽകിയവർക്കുമൊക്കെ എതിരെ രൂപപ്പെടുമ്പോൾ പോലും ഇന്ന് പല മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങളിൽപ്പെട്ട പല മാധ്യമങ്ങളുടെയും വാക്കുകൾ അച്ചുനിരത്തിയത് ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രിക്കും വീണാ വിജയനും ആശ്വാസമെന്ന്. അതായത് ഏതോ ഔദാര്യം പോലെ നുണകൾ കെട്ടിപ്പൊക്കി ഇല്ലാ വചനങ്ങൾ പറഞ്ഞ് കണ്ടില്ലേ ഇന്നലെ ബി ഗോപാലകൃഷ്ണന് മാപ്പ് പറയേണ്ടി വന്നത്. ഇതുപോലെ ഒരു കോടതി ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അത് കോടതിയിലെത്തി വ്യവഹാരമായപ്പോൾ എൻ്റെ കയ്യിൽ ശങ്കരാടി കാട്ടിയതുപോലെ രേഖയേ ഉള്ളൂ എന്ന് കാട്ടേണ്ടി വരുന്നു. കോടതി പറയുന്നു, നിയമവ്യവസ്ഥ പറയുന്നു മാപ്പ് പറയൂ എന്ന്. അങ്ങനെ പരസ്യമായി വന്ന് ഒരു ഉളുപ്പുമില്ലാതെ മാപ്പ് പറഞ്ഞിട്ട് പോയ BJP നേതാവ് ബി ഗോപാലകൃഷ്ണനെ ഇന്നലെ നാം കണ്ടു. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇതിനെയും കാണേണ്ടത്. കാരണം ഇങ്ങനെയുള്ള ക്രെഡിബിൾ അല്ലാത്ത വാദങ്ങൾ നിരത്തുന്നവരെ നിരത്തിയിരുത്തി പ്രൈം ടൈമിൽ ചർച്ചകളടക്കം ചെയ്ത് പൊതുപ്രവർത്തകരെ തേജോവധം ചെയ്യാനായി ഇവർ ഇങ്ങനെ വാക്കുകൾ നിരത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു വസ്തുതയുമില്ല എന്ന കാര്യം അറിയുമ്പോഴാണ് ഇതിലെ മാധ്യമ ധാർമ്മികത അത് ജനകീയ കോടതിയിൽ കൂടി വിചാരണ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പെടേണ്ടത്. ശ്രീ എം ജയചന്ദ്രൻ. അജിംഷാദെ, ഇതിന്റെ മാധ്യമ ധാർമ്മികത പ്രശ്നത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇപ്പോ കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള നിജേഷ് കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചല്ലോ. കോടതി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കോടതിയുടെ ഉത്തരവായിട്ട് തന്നെ വിധിയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ 59 പേജ് വിധി പ്രസ്താവത്തിൽ കോടതി എന്താണ് പറയുന്നത്? കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാണമില്ലായ്മ പരാതിക്കാരൻ ഒരാഭരണമാക്കരുത്. വസ്തുതയില്ലാതെ വെറുതെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് കോടതിയുടെ സമയം കളയരുത്. ഇത് തന്നെയല്ലേ നിജേഷ് ഈ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്, മറ്റു കോൺഗ്രസ് നേതാക്കൾ മറ്റു ചാനലുകളിൽ ഇരുന്ന് ചെയ്യുന്നത്? ഇതേ നാണമില്ലായ്മയെ ആഭരണമാക്കി രാഷ്ട്രീയ ദുരാരോപണങ്ങൾ മാത്രം ഉന്നയിച്ച് അത് വസ്തുതയാണെന്ന് സ്ഥാപിക്കാൻ വൃഥാ ശ്രമിക്കുകയാണ്. ആ വൃഥാശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായതിന്റെ ഒടുവിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ആ നീതി ദണ്ഡുണ്ടല്ലോ, ചുറ്റിക, അതുകൊണ്ട് തലക്കിട്ടടിച്ചു. ആരുടെ? അഭിഭാഷകൻ കൂടിയായ പ്രാക്ടീസിംഗ് ലോയറായ MLA മാത്യു കുഴൽനാടന്റെ നെറുകം തലയ്ക്ക് തന്നെ, അല്ലേ? അതാണല്ലോ സംഭവിച്ചത്. എന്നിട്ട് ഇപ്പോഴും നിജേഷിന് കാര്യം പിടികിട്ടുന്നില്ല. അദ്ദേഹം ചോദിക്കുകയാണ് 1.72 കോടി രൂപ, 1.72 കോടി രൂപ. എത്ര പ്രാവശ്യമാണ് ഞാൻ എണ്ണി? 8 പ്രാവശ്യം ഞാൻ എണ്ണി, പിന്നെ 8 വെച്ചു ഈ 1.72 കോടി രൂപയുടെ കാര്യം പറഞ്ഞത്. എന്റെ നിജേഷേ, നിങ്ങളെപ്പോലുള്ളവരുടെ ഈ ചർച്ചയിലെ ഇത്തരം പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് എനിക്ക് സന്തോഷമല്ല, നിരാശയാണ് തോന്നുന്നത്. കാരണം ഈ 1.72 കോടിയുടെ കാര്യം മാത്രം പറയാം, വേഗം പറയാം. നിങ്ങൾ പറയുന്നു 1.72 കോടി രൂപ വീണാ വിജയന് കൊടുത്തു, അത് അവരൊരു സേവനവും നൽകാതെയാണ്. ഇതാണല്ലോ നിങ്ങളുടെ ആരോപണം. മറ്റ് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും കുറെ മാധ്യമങ്ങളും പറയുന്ന അതേ ആരോപണമാണല്ലോ താങ്കൾ ഇവിടെയും ആവർത്തിക്കുന്നത്. അതിന് മാത്രം മറുപടി പറയുകയാണ്. എങ്ങനെയാണ് എക്സാലോജിക്കിന്റെ ഉടമസ്ഥയായ വീണയും CMR തമ്മിലുള്ള കരാർ? അതിനൊരു സ്വഭാവമുണ്ടല്ലോ, അത് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? AMC എന്നാണ് പറയുക. AMC എന്ന് പറഞ്ഞാൽ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. അത് വർഷാവർഷമാണ്. അത് ആ കരാറ്
പരിഗണിക്കുന്നതും പുതുക്കുന്നതും. അപ്പോൾ എത്ര രൂപ വെച്ച് അവർക്ക് പ്രതിമാസം കൊടുക്കേണ്ടത്, എത്ര വർഷമാണ് കൊടുക്കേണ്ടത്, ഇത് AMCയിൽ വ്യക്തമായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ബന്ധപ്പെട്ട ഘടകങ്ങളിലൊക്കെ. പിന്നെ ഞാൻ നിരവധി ചർച്ചകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മാത്യു കുഴൽനാടനോട് നേരിട്ട് കഴിഞ്ഞ ഡിസംബർ 23-ന്, കൃത്യമായ തീയതി ഓർക്കുന്നുണ്ട്, ഞാൻ മീഡിയ വഴിയിൽ ഇതേ വിഷയം ചർച്ച ചെയ്തതാണ്. അന്ന് മാത്യു കുഴൽനാടൻ പ്രഖ്യാപനം നടത്തി, ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പണി നിർത്തും. ഏത് പണിയാണ് നിർത്തുന്നത് ഞാൻ ചോദിച്ചില്ല, കാരണം അദ്ദേഹം തെറ്റാൻ പോവുകയാണെന്ന് എനിക്കറിയാം കൃത്യമായിട്ട്. MLA പണി നിർത്തുമോ, അഭിഭാഷക വൃത്തി നിർത്തുമോ, അതൊന്നും ഞാൻ ചോദിച്ചു. എൻ്റെ ഒരു രീതി ശീലം അതല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല, ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ ഈ 1.72 കോടി രൂപ വീണ വിജയൻ കൈപ്പറ്റി. ശരി, കൈപ്പറ്റി. അത് നേരിട്ട് ചെന്ന് പൈസയായിട്ട് വാങ്ങിക്കുകയല്ലോ, ത്രൂ ബാങ്ക് അക്കൗണ്ട് ആണല്ലോ വാങ്ങിച്ചത്. അതിന് രേഖകളൊക്കെ ഉണ്ടല്ലോ, അത് SFIO വരെ കണ്ടു കഴിഞ്ഞതാണല്ലോ. അപ്പോ താങ്കൾ പറയുന്നു, കോൺഗ്രസ് പറയുന്നു, മനോരമയും മാതൃഭൂമിയും മറ്റു ചാനലുകളും പറയുന്നു ഈ 1.72 കോടി രൂപയ്ക്ക് ഒരു സേവനവും നൽകിയിട്ടില്ല, അതുകൊണ്ട് അത് അഴിമതിയാണ്. ഇതാരാണ് പറയേണ്ടതെന്ന്? നിങ്ങൾ പറയുന്നു. അവിടുത്തെ ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാർ പറഞ്ഞു. സുരേഷ് കുമാർ ശമ്പളക്കാരനല്ലേ, അയാളല്ലല്ലോ പിന്നെ ഈ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഒപ്പിടുന്ന വ്യക്തി. അത് എക്സാലോജിക്കിന്റെ ഉടമസ്ഥയും CMRന്റെ ഉടമസ്ഥനും തമ്മിലല്ലേ എഗ്രിമെന്റ്. അപ്പൊ അതിലെന്തെങ്കിലും കാതലായ പിന്നെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എഗ്രിമെന്റ് ഒപ്പിട്ടവർ തമ്മിലാണ് ചർച്ച ചെയ്യേണ്ടത്. ഇനി അത് തർക്കമുണ്ടെന്നുണ്ടെങ്കിൽ ആ തർക്കം പ്രശ്നം ക്രിമിനൽ കേസല്ല, സിവിൽ കേസായിട്ടാണ് പോവുക നിയമപ്രകാരം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള വഴികളാണ് നിജേഷ് അരവിന്ദ്. അതൊന്നും മനസ്സിലാക്കാതെ ഒരു ഫിനാൻസ് ഓഫീസർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ സേവനമൊന്നും കിട്ടിയിട്ടില്ല, അത് വേദവാക്യമായിട്ട് എടുത്തു, അത് സുപ്രീം കോടതി വരെ അങ്ങ് അംഗീകരിക്കുക, SFIO ഇത് വന്നാൽ ഇപ്പൊ ഹിംസിച്ച് കളയും എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നത്. ആ ജീവിതമാണ്, അത്തരം ജീവിതങ്ങളെയാണ് ഇന്ന് ഈ നാണമില്ലായ്മ അലങ്കാരമാക്കുക എന്ന് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നത്, ജസ്റ്റിസ് ബാബുവിന് പറയേണ്ടി വന്നത്. അതെങ്കിലും മനസ്സിലാക്കണം. അപ്പൊ ഈ 1.72 കോടി രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് വീണയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, മാസങ്ങളായിട്ട് പല ഘട്ടങ്ങളിലായി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതൊരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ്. ആ എഗ്രിമെന്റിൽ ഏതെങ്കിലും പാർട്ടിയുടെ നിന്ന്, ഒപ്പിട്ട കക്ഷികളുടെ നിന്ന് വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നേരിടേണ്ടത് സിവിൽ കേസിലൂടെയാണ്. അത്തരം ഒരു തർക്കം പിന്നെ CMRന്റെ ഉടമസ്ഥന് ഇല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം കേസിൽ പോയിട്ടുമില്ല. പിന്നെ ആർക്കാണ് തർക്കം? നിങ്ങൾ VD സതീശന് തർക്കമുണ്ട്, സോറി. രമേശ് ചെന്നിത്തലയ്ക്ക് തർക്കമുണ്ട്, വെരി സോറി. UDFന് തർക്കമുണ്ട്, ലീഗ് നേതാക്കൾക്ക് തർക്കമുണ്ട്, മാധ്യമങ്ങൾക്ക് തർക്കമുണ്ട്, വെരി മച്ച് സോറി. അതല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. കോടതി അത് തന്നെയാണ് പറഞ്ഞത്. ഇത്തരം ഈ പിന്നെ മാനം നോക്കികൾ ഇത്തരം കേസുകളായിട്ട് നടക്കുമ്പോൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നടക്കുക. എന്താ അടുത്ത ചിന്ത, അടുത്ത ഐഡിയ എന്താണ് വരേണ്ടത്? കയ്യിലൊന്നും തെളിയുന്നില്ല, ഉള്ള രേഖകളിലൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് പിന്നെ മാനം നോക്കി സഞ്ചാരമാണല്ലോ. അതാണ് 51-ാം പേജിൽ രമേശ് ചെന്നിത്തല ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റായിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്തത്. 167 പ്രതികളെ കുറ്റാരോപിതരാക്കിക്കൊണ്ട് എന്ന് തന്നെ പറയുന്നു. 1-ാം പ്രതിയായിട്ട് വെച്ചിരിക്കുന്ന പിണറായി വിജയൻ, 6 എക്സാലോജിക്ക്, 7 വീണ. ഈ 167 പ്രതികളെ രമേശ് ചെന്നിത്തലയെ നിങ്ങൾ തെറ്റായിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ വിധിന്യായത്തിന് 51-ാം പേജിൽ എടുത്തു വായിച്ചു നോക്കൂ, പറയുന്നുണ്ട് നിജേഷ് അരവിന്ദ്. ഇതാണ് കാര്യം. ഈ കാര്യം മുമ്പിൽ നിൽക്കെ ഇത് നിങ്ങൾ എവിടെ പോയി സമർത്ഥിക്കാനാണിത്? എവിടെ പോയാണ് സമർത്ഥിക്കുക? ഞാൻ പറഞ്ഞില്ലേ, ഡിസംബർ 23-ന് മീഡിയ വൺ ചാനലിൽ പിന്നെ ഞാനും പിന്നെ മാത്യു കുഴൽനാടനുമായിട്ടാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. 1 മണിക്കൂർ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും കിട്ടും, നോക്കിയാൽ. അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ നിയമപരമായിട്ടുള്ളത് പറഞ്ഞു. ഞാൻ മാധ്യമ പ്രവർത്തകന്റെ നിലയിൽ എനിക്ക് സമാധാനിക്കാനുള്ള മുഴുവൻ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ചു. ആ സംസാരിച്ച് തന്നെയാണ് ആ ചർച്ച മുമ്പോട്ട് പോയത്. ആരോഗ്യകരമായ ചർച്ചയായിരുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇങ്ങനെ പരിപാടി നിർത്തിക്കളയുന്നു. ഏത് പരിപാടിയാണെന്ന് ചോദിച്ചില്ല, അന്ന് ചോദിച്ചില്ല, ഇപ്പോഴും ചോദിച്ചില്ല, നാളെ ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അതാണ് ഈ കേസിന്റെ അവസ്ഥ. എന്ന് പറയുമ്പോൾ ഈ കേസ് എന്തിനായിരുന്നു, ആർക്ക് വേണ്ടിയിട്ടായിരുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള ചോദ്യം വരും. അവിടെയാണ് മാധ്യമങ്ങൾ UDFുമായി നടന്നൊരു കൂട്ടിക്കൊടുക്കും. അത് തന്നെ പറയണം നിജേഷേ. ആ പദമല്ലാതെ മറ്റൊരു പദം ഇതിനെ ഉപമിക്കാൻ കഴിയില്ല. ശരിയാണ്, അത്രയേറെ രോഷമുണ്ടാകും. താങ്കൾ പറഞ്ഞതുപോലെ, അതായത് ഇത് റിസീവ്ഡ് പേയ്മെന്റ്സ് ഫ്രം CMRL, ദ ലേൺഡ് സ്പെഷ്യൽ ജഡ്ജ് റിലൈയിങ് ഓൺ രമേശ് ചെന്നിത്തല വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അനദർ.
2018 ഒബ്സർവ് ദാറ്റ് ദി ആക്ട് ഓഫ് പ്രസിംഗ് ഇൻവെസ്റ്റിഗേഷൻ അഗൻസ്റ്റ് റെസ്പോണ്ടൻറ്റ് നമ്പർ 1 പറഞ്ഞതുപോലെ 6 and 7 വുഡ് സ്ട്രെങ്തൻ ദി ആർഗ്യുമെൻറ്റ് ദാറ്റ് കംപ്ലയിൻറ്റ് വാസ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ്. എനി മെമ്പർ ഓഫ് ദ സൊസൈറ്റി മസ്റ്റ് ഹാവ് ദി ലോക്കസ് സ്റ്റാൻഡി ടു ഇനിഷ്യേറ്റ് എ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി. താങ്കൾ ഈ എം ജയചന്ദ്രൻ പറഞ്ഞ ആ ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഞാൻ തിരിച്ചെത്താൻ ശ്രീ ജയചന്ദ്രൻ. ശ്രീ എ സജീവൻ, നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത, ഇതിന് സമാനമായ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ മാധ്യമ ലോകത്തും രാഷ്ട്രീയ ലോകത്തും സംഭവിച്ചിട്ടുണ്ട്. വളരെ സാത്വികമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന താങ്കളെപ്പോലുള്ളവരോട് ഇത് പറയാൻ പോലും, മാധ്യമങ്ങളെ പ്രതിയാക്കി ഇങ്ങനെ പറയാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും ഇത് പറയേണ്ട അനിവാര്യത വരികയാണ്. നോക്കൂ, ഇവിടെ മനസ്സിലാക്കേണ്ടത് രമ്യ ഹർമ്മ്യത്തിൻ്റെ വാർത്തകൾ അത് പ്രചരിച്ചത്, കമല ഇൻ്റർനാഷണൽ അത് പ്രചരിച്ചത്, ഈ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ ഓരോ ഘട്ടങ്ങളിലും പൊളിഞ്ഞു വീഴുകയാണ്. പക്ഷേ തേജോവധം നടത്തി പുകമറ സൃഷ്ടിച്ച് അതിൽ നിന്ന് കുറേ പേരെ ദുരിതത്തിലേക്ക് തള്ളിയിട്ട് നേട്ടം കൊയ്ത് പോകാമെന്ന് പിന്നീടൊരു റിവ്യൂ സാധ്യമല്ല. ഇതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തത്, പറഞ്ഞത്, പ്രചരിപ്പിച്ചത് എന്നൊക്കെ അങ്ങ് പോകും. ഒരു റിവ്യൂ ഇവിടെ സാധ്യമാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പുകമറ സൃഷ്ടിച്ച് തേജോവധം ചെയ്ത് കടന്നു പോകുന്നൊരു രീതി ഇപ്പോൾ തുടങ്ങിയതല്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടെ. ഇതിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ തേജോവധത്തിന് വിധേയനായ ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പഴയ പാർട്ടി സെക്രട്ടറി എന്നൊക്കെ അദ്ദേഹം മാധ്യമ സിൻഡിക്കേറ്റിനെ കുറിച്ചൊക്കെ ആവർത്തിച്ച് പറയേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. ഇങ്ങനെ എത്രയെത്ര വാർത്തകളാണ് പൊളിഞ്ഞു വീണിട്ടുള്ളത്. ഇതാ കോടതി വ്യവഹാരത്തിലും തെളിവില്ലാതെ, ഒരാൾക്കെതിരെ തെളിവില്ലാതെ എന്താരോപണവും ഉന്നയിക്കാം എന്നതിലേക്കാണ് ഈ കാര്യത്തെ കൊണ്ടെത്തിക്കുന്നത്. പ്രതിപക്ഷം രാഷ്ട്രീയ പ്രവർത്തനം അത് മനസ്സിലാക്കി കൊടുക്കാം ജനങ്ങളോട്, എന്താണ് അവരുടെ ഗതികേടെന്ന്. പക്ഷെ അതിനൊപ്പം മാധ്യമങ്ങൾ നിഷ്പക്ഷരാവേണ്ടവർ നിൽക്കുന്നത് എങ്ങനെയാണ്? ജിംഷാദ്, മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ, മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ അതിരൂക്ഷമായിട്ട് ഇപ്പോഴത്തെ നിലപാടിനെ വിമർശിക്കുന്ന ഒരാളാണ്. മാധ്യമങ്ങള് ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അത് ഈ വിഷയത്തിൽ മാത്രം, മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല, കൃത്യമായിട്ടുള്ള വിവരം ഇല്ലാതെ, കൃത്യമായിട്ടുള്ള വസ്തുതകളില്ലാതെ വാർത്ത കൊടുക്കുക, അങ്ങനെ ആളുകൾക്കിടയിലേക്ക് തെറ്റായിട്ടുള്ള പ്രചരണം നടത്തിയിട്ട് തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ച് എന്തെങ്കിലും ഒരുപക്ഷെ അതിന് സാമ്പത്തിക ലാഭം അവർക്കുണ്ടാകുമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ ആത്മസംതൃപ്തി എന്നൊക്കെ പറയില്ല, ആത്മരീതി എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. അത് പലപ്പോഴും വളരെ ക്രൂരമായ രൂപത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. സത്യത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്താണ് എന്ന് എത്ര പേർക്കറിയാം? മുഴുവൻ ആളുകളെ ഞാൻ പറയുന്നില്ല. എത്ര പേർക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വസ്തുതാപരമായിട്ട് ബോധ്യമുണ്ട് എന്ന് ചോദിച്ചാൽ തീർത്തും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവേണ്ടി വരും. അത്ര രൂക്ഷമാണ്. രാഷ്ട്രീയക്കാർക്ക് ഇതൊക്കെ പറയാം. കാരണം രാഷ്ട്രീയത്തില് അവര് എതിരാളികളെ എങ്ങനെയൊക്കെ തറപറ്റിക്കാമോ അതിന്റെ വിദ്യകൾ നോക്കി നടക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ മാത്യു കുഴൽനാടൻ ഈ പ്രശ്നം കുറെ കാലമായിട്ട് ഉന്നയിക്കുന്നതാണ്. എക്സാലോജിക്കും ഈ CMRL തമ്മിലുള്ള ഉടമ്പടി, അതിൽ 1.72 കോടി രൂപയുടെ കാര്യങ്ങൾ, അതൊക്കെ അദ്ദേഹം മാത്രമല്ല, ഈ പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടി നേതാക്കന്മാരും ശക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ആവർത്തിച്ച് ചെയ്യാത്ത സേവനത്തിന് ഇപ്പോഴും പറയുന്നത്, നിജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും പറയും എന്ത് സേവനം ചെയ്തിട്ടാണ്. ഞാനിപ്പോ ഇന്ന് ഒരു വലിയൊരു സംഖ്യ ഈ ആരോഗ്യ ഇൻഷുറൻസിന് ആ ഒരു കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. കുറെ വർഷമായിട്ട് അവർക്ക് കാശ് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സേവനവും, അവരുടെ സേവനം എന്ന് പറഞ്ഞാൽ ആ രോഗമുണ്ടെങ്കിൽ അതിനുള്ള കാശ് അവർ കൊടുക്കാന്നുള്ളതാണല്ലോ. അങ്ങനെയൊന്നും കിട്ടിയിട്ടേ ഇല്ല. ഞാൻ സേവനം കിട്ടിയാൽ മാത്രമേ കാശ് തരാവൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി അങ്ങനെ സമ്മതിക്കുമോ? ഒരിക്കലും ഇല്ലാന്ന് നമുക്കറിയാം. ഇതേപോലെ ഇവിടെ നേരത്തെ ജയേന്ദ്രൻ പറഞ്ഞ പോലെ ഇതിലൊരു AMC ഉണ്ട്, ഒരു കൺസൾട്ടൻസി ഉണ്ട്. 2 കരാറാണ്. AMC എന്ന് പറയുന്നത് സേവനം ചെയ്യുന്നതിന് ഒരു വാർഷിക തുക മെയിൻ്റനൻസിന് വേണ്ടിയുള്ള വാർഷികമായിട്ട് ഈടാക്കുന്നതാണ്. മറ്റൊരു കൺസൾട്ടൻസിയാണ്. എന്തെങ്കിലും പ്രത്യേകം കാര്യങ്ങൾക്ക് വേണ്ടി വിദഗ്ധോപദേശം നൽകലാണ്. ആ വിദഗ്ധോപദേശത്തിനും AMCക്കുമുള്ള കരാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ വിദഗ്ധോപദേശം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത് ഈ CMRLന്റെ MD ആണ്, അല്ലെങ്കിൽ അതിന്റെ ഉടമയായിട്ടുള്ള, അല്ലെങ്കിൽ തന്നെ അത് സാങ്കേതികമാണല്ലോ. ഒരു IT കമ്പനിക്ക് സാധ്യമായ, അവർ തമ്മിലൊരു കരാറിൽ ഒപ്പിടുന്നു, അതിൻ്റെ പ്രകാരം അവർ പണം നൽകുന്നു. ആ പണം വളരെ ടാക്സ് ഡിഡക്ഷൻ അടക്കം എന്താണ് ഇതിൻ്റെ നികുതികളടക്കം നൽകിക്കൊണ്ട് വളരെ രേഖാസംബന്ധിയായി തന്നെ ആ പണം കൈമാറുന്നു. അതിൽ എന്ത് സേവനമാണ് ചെയ്തത്, അതെന്താണെന്ന് പറയൂ
എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും സാങ്കേതികം മാത്രമല്ലേ? സാങ്കേതികവും IT സംബന്ധവുമായൊരു സഹായം, അതിനുള്ള കോൺട്രാക്റ്റ് ഉണ്ടാക്കി അത് അവർ 2 കമ്പനികൾ തമ്മിൽ നടത്തുന്നു എന്നുള്ളതാണ്. അവിടേക്ക് മുഖ്യമന്ത്രി എന്തിനാണ് വലിച്ചിഴക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും. കാരണം ഈ 2 സ്ഥാപനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയ കരാറിൽ സേവനം ചെയ്താൽ മാത്രമേ പ്രതിഫലം കിട്ടൂ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പരാതി ഇത് ഒരു കേസായിട്ട് വരാം. അതിന് പരാതിക്കാരൻ ആരാണ് ആവേണ്ടത്? ഈ പറയുന്ന CMRLന്റെ MD, അതിന് ഉടമയാണ് പരാതിക്കാരനായിട്ട് വരേണ്ടത്. അദ്ദേഹം ഇതുവരെ പരാതിയുമായിട്ട് വന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇതിന് മുഖ്യമന്ത്രിയുമായി ലിങ്ക് ചെയ്യുന്നിടത്താണ് പ്രശ്നം. ഇത് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത്രയും ഭീമമായ തുക കൊടുത്തതിന് പ്രത്യുപകാരമായിട്ട് മറ്റെന്തോ ചെയ്തു. അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പൊ നിജേഷ് ഉൾപ്പെടെ മാത്യു കൊല്ലനാൾ ഉൾപ്പെടെ പറയുന്ന കാര്യം ശരിയാണെന്ന് നമ്മൾ വാദത്തിന് സമ്മതിച്ചാൽ, അങ്ങനെ ഉണ്ട് എങ്കിൽ ഇന്ന സേവനം ഇന്ന രീതിയിൽ വഴിവിട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അക്കമിട്ട് പറയണ്ടേ? ഇത് ഈ ഇന്നത്തെ വിധിയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇത് ആദ്യത്തെ വിധിയല്ല. ഈ ഹൈക്കോടതിയുടെ വിധി ഇത് ആദ്യത്തെ വിധിയല്ല. കാരണം ഈ വിഷയത്തിൽ വിജിലൻസ് കോടതി ഇതേ കാര്യം പറഞ്ഞതാണ്. വിജിലൻസ് കോടതി തള്ളിയത് ഈ കാരണങ്ങൾ തെളിവുകളില്ല. അതിന് അഡീഷണൽ ആയിട്ട് അവർ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതെന്ന് പറഞ്ഞു. ഈ തെളിവുകളില്ലായ്മയാണ്. ഒരു കോടതി തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിയാൽ പിന്നീട് ഇവിടെ നിജേഷ് അരവിന്ദ് കാണിച്ച ഒരു കാര്യം, ഒരു വകുപ്പ്, അതായത് 66ാമത്, ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ റിജക്ഷൻ ഓഫ് ദ കംപ്ലൈൻറ്റ് ഡസ് നോട്ട് പ്രക്ലൂഡ് ദി കംപ്ലൈൻറ്റൻ ഫ്രം ഫയലിംഗ് എ ഫ്രഷ് കംപ്ലൈൻറ്റ് വിത്ത് അഡ്വക്കേറ്റ് മെറ്റീരിയൽസ് ഇൻ ഫ്യൂച്ചർ. അതായത് അദ്ദേഹത്തിന് മുകൾ കോടതികളിലേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടുതൽ തെളിവുണ്ടെങ്കിൽ, ഇതുവരെയുള്ള തെളിവ് അപര്യാപ്തമാണ്, അതിൽ തന്നെ വ്യക്തമാണ്, കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ അതിൻ്റെ വീണ്ടും അതിൻ്റെ മറ്റ് അദ്ദേഹത്തിന് അത്തരം നടപടികളുമായി മുമ്പോട്ട് പോകാം എന്നുള്ളതാണ്. ആ കംപ്ലൈൻറ്റുമായി അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് പറയുന്നത്. അത് സ്വാഭാവികമായി പറയുന്നൊരു കാര്യമാണ്. അതിൽ വ്യക്തമാകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതുവരെയുള്ള താങ്കളുടെ പക്കലുള്ളത് തെളിവുകളല്ല എന്നതിൽ സമർത്ഥിക്കാൻ പറ്റും. 2, സ്വാഭാവികമാണല്ലോ, കൂടുതൽ തെളിവുണ്ടെങ്കിൽ മുമ്പോട്ട് പോകാൻ എല്ലാ കോടതിയും പറയുമല്ലോ. അത് നമ്മുടെ പ്രൊസീജിയറല്ലേ, അത് മാത്യു കൊളനാടന് മാത്രം കിട്ടുന്ന ഒരു അംഗീകാരമല്ലല്ലോ, അല്ലേ ശ്രീ? തീർച്ചയായിട്ടും അതാണ് നിജേഷ് അരവിന്ദ് ഒരു വാദമായിട്ട് ഉന്നയിച്ചത്. അല്ല, ഒരു ഉത്തരവിൽ തീർച്ചയായിട്ടും കോടതി വെക്കേണ്ട ഒരു കാര്യം ലീഗൽ പ്രൊസീജിയറിന്റെ ഭാഗമാണ്. കൂടുതൽ തെളിവുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. കാരണം ഇതുവരെ തെളിവില്ല, തെളിവുണ്ടെങ്കിൽ സമീപിക്കാം. സാധാരണ രീതിയിൽ ഒരു ആളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അപ്പീൽ പോകാനുള്ള അനുമതി കോടതി കൊടുക്കുമല്ലോ. നിങ്ങൾക്ക് അപ്പീൽ പോകാൻ 1 മാസത്തേക്ക്. പക്ഷേ ഇതിനകത്ത് ഇത് ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ സ്റ്റാൻഡ്സ് ഡിസ്മിസ്ഡ് എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ പലയിടത്തും റിജക്ഷനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡിസ്മിസ്ഡ് ആണ് എന്ന് പറയുന്ന സ്ഥിതിക്ക് നേരത്തെ ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാമായിരിക്കാം, അല്ലേ? അങ്ങനെയാണ് നിയമപരിജ്ഞാനം ഉള്ളവർ സൂചിപ്പിക്കുന്നത്. പക്ഷേ അല്ലാത്ത പക്ഷം അതിന് ഈ ഹൈക്കോടതിയിലേക്ക് പോകാനാകില്ല, സുപ്രീം കോടതിയിലേക്ക് പോകാനാകുമോ അത്രേ? അല്ലേ, തീർച്ചയായിട്ടും ഇതിനിപ്പോ മാത്യു കോലനാടിനും അപ്പീലുമായിട്ട് പോകാം. പക്ഷെ എന്താണ് നമ്മൾ നോക്കേണ്ട കാര്യം, വിജിലൻസ് കോടതിയിൽ കൊടുത്ത അതേ ഹർജി ഇവിടെ കൊടുത്തു. കാരണം തെളിവില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യവുമില്ല. ഈ കേസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു തെളിവും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിജിലൻസ് കോടതി ഉത്തരവിൽ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കുറെ കൂടി അഡീഷണൽ തെളിവുകൾ ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന തെളിവ് വെച്ച് കാര്യങ്ങൾ വെച്ച് പോയിട്ട് കാര്യമില്ല. തെളിവോട് കൂടിയിട്ട് വേണം അപ്പീലേറ്റ് കോടതി. അതായത് അതൊരു പ്രൊസീജിയറിന്റെ ഭാഗമാണല്ലോ. നിങ്ങൾക്ക് കൂടുതൽ തെളിവുണ്ടെങ്കിൽ പോകാം. അതിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ള, അതായത് ഇത്രയേറെ വാദങ്ങൾ നിരത്തി, ഇത്രയേറെ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ കപടമായി നൽകി, ഇങ്ങനെയൊക്കെ പ്രചരണം നടത്തിയ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതൊക്കെ നടത്തുന്ന വേളയിലും ഇതുവരെയും നിങ്ങളുടെ കയ്യിൽ ഇത് പര്യാപ്തമായൊരു തെളിവില്ല എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത് അതാണ്. കാരണം വിജിലൻസ് കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോഴത്തേക്കും തെളിവുണ്ടാക്കേണ്ടിയിരുന്നു. ആ തെളിവ് ഉണ്ടാക്കിയിട്ടില്ല എന്നതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവില്ല. സ്വാഭാവികമായിട്ടും ആ തെളിവില്ലായ്മ എന്ന് പറയും. ഇനി സുപ്രീം കോടതിയിലേക്ക് പോയിട്ടോ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയിട്ടോ ഒക്കെ തെളിവുണ്ടാക്കുമെന്ന് വിചാരിച്ച കാര്യം, അത് പിന്നീട് വരേണ്ട കാര്യം. അങ്ങനെ തെളിവ് ഉണ്ടാവണം. ഇവിടെ ഇപ്പോഴതില്ല. മാത്രമല്ല, ഈ പറയുന്ന ആർക്കും ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലം മുതൽ ഇതുവരെ ഈ പറയുന്ന CMRL വേണ്ടിയിട്ട് വഴിവിട്ട എന്ത് സേവനമാണ് ചെയ്തു, അല്ലെങ്കിൽ സേവനം എന്നല്ലെങ്കിൽ എന്ത് ഒത്താശയാണ് ചെയ്തു കൊടുത്തത്, അല്ലെങ്കിൽ അവർക്ക് എന്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാവുന്ന എന്ത് കാരുണ്യം പ്രത്യുപകാരമാണ് ചെയ്തു കൊടുത്തതെന്നാണല്ലോ
തെളിയിക്കേണ്ടത്. അത് ഇതുവരെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അതുകൊണ്ടാണ് ഇതിനകത്ത് പറയുന്നത് ഈ CRPC 200ഉം 190 ഒന്നും നിലനിൽക്കില്ല ഇതിലെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. താങ്കളിപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത് വലിയ ആദ്യത്തെ വിജിലൻസ് കോടതിയിൽ പോയിട്ട് തെളിവില്ലെങ്കിൽ അപ്പീലിന് ഹൈക്കോടതിയിലേക്ക് പോവാതിരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. തെളിവില്ലാതെ പോയി എന്നുള്ളത് കൊണ്ട് അതാണ് അത് വളരെ വലിയൊരു പോയിന്റ് ഉണ്ട് അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. ശ്രീ നിജേഷ് അരവിന്ദ്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അവിടെയാണ്. കാരണം ഇത്രയേറെ തെളിവുകളില്ലാതെ, കാരണം അദ്ദേഹം അഭിഭാഷകൻ കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ നിയമപരിജ്ഞാനമുണ്ട്, കീഴ്ക്കോടതിയിലേറ്റ അടിയുടെ ആഘാതം അദ്ദേഹത്തിൻ്റെ നിയമപരമായി വ്യക്തമായി അറിയാം, നമ്മളെപ്പോലെ സാധാരണക്കാരെക്കാളും. എന്നിട്ടും അദ്ദേഹം വീണ്ടും അത് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ തുടർച്ചയായി തിരിച്ചടി നേടുന്നു. ഇങ്ങനെ നേരിടുമ്പോൾ സ്വാഭാവികമായും ഈ വാദം ഉന്നയിച്ച് ജനങ്ങളുടെ മുമ്പിൽ പ്രചരണം നടത്തിയ പ്രതിപക്ഷം കൂടിയാണ് അവിടെ അഴിഞ്ഞു വീഴുന്നത്. അവർ കൂടിയാണ് ആ അർത്ഥത്തിൽ നഗ്നരാകുന്നത്. അതിൻ്റെ പാപഭാരം കൂടി യഥാർത്ഥത്തിൽ ആർക്ക് മാത്യു കുഴൽനാട് അടക്കമുള്ളവർക്ക് നൽകേണ്ടി വരും. കാരണം തുടക്കഘട്ടത്തിൽ തന്നെ കോൺഗ്രസിലുള്ള UDFിലുമൊക്കെ മാത്യു കുഴൽനാടിൻ്റെ ഈ നീക്കങ്ങൾക്ക് എതിരഭിപ്രായങ്ങളുണ്ടായിരുന്നു എന്ന വാർത്ത ശക്തമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പരിപ്രേക്ഷ്യത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് അദ്ദേഹത്തെ തിരുത്തുമോ, അതോ ഏതർത്ഥത്തിലായിരിക്കും ഇതിൻ്റെ പരിക്കുകളിൽ നിന്ന് മോചിതമാകാൻ നിങ്ങൾ ശ്രമിക്കുക? നിജേഷ് അരവിന്ദ്. ജിംഷാദ് കുറേ പറയുക, ഒപ്പം ചർച്ചയ്ക്കിരിക്കുന്ന ആളുകൾ പറയുക, പിന്നെ ഒരുമിച്ചിരിക്കുക, ചിരിക്കുക. ഇതൊരു സംവാദത്തിൻ്റെ നല്ല വശമാണോ എന്ന് അജിംഷാദ് പരിശോധിക്കുന്നത് നല്ലതാണ്. അറിയുകയും അറിയിക്കാനുമാണല്ലോ സംവാദം, അറിയാനും അറിയിക്കാനുമാണ്. അല്ല, അത് മനസ്സിലായി. സംവാദമല്ലല്ലോ അജിംഷാദെ, ഇതൊരു സംവാദമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വളരെ വൈകാരികമായി 2 മാധ്യമ പ്രവർത്തകരുണ്ട്, അവരുടെ അഭിപ്രായവും കേൾക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രേക്ഷകര് പഴയ നാടകം കാണുന്ന രീതിയിൽ കാത്തുക. പിന്നെ ആ 2 മാധ്യമ പ്രവർത്തകരും പറഞ്ഞതിലേക്ക് ഞാൻ വരാം. അതൊന്നും അത്തരം വാദങ്ങളൊന്നും താങ്കൾക്കും പാർട്ടിക്ക് നേരിട്ട പരിക്കുകൾക്ക് മോചിതമാകാനുള്ള പരിധിയല്ല. ഞാൻ തിരിച്ചു വരാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ജയേന്ദ്ര സാറിന്റെ കുട്ടിക്കൊടുപ്പ് എന്ന് പറയുന്ന ഭാഷയുടെ വൈകാരിക തലത്തിലൊന്നും അല്ല നിൽക്കുന്നത്. അല്ല, അത് ആ പിമ്പിക്കുന്ന വാക്ക് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അജിംഷാദ്, ഞാൻ പ്രകാശം മാഷും അജിംഷാദും ജയചന്ദ്രനും ശ്രീ ജയചന്ദ്രനും അതുപോലെ തന്നെ സജീവേട്ടനും പറയുന്ന കാര്യങ്ങളെ ആസ്വദിച്ചുകൊണ്ടാണ് കേൾക്കുന്നത്. എനിക്കൊരു വൈകാരിക പ്രശ്നമില്ല. ഇനി അജിംഷാദ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം, ഈ കേസ് റിയലാണ്, യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ പൊതു മനസാക്ഷിക്കകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരത്തെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കരിമണൽ നീണ്ട 1/4 നൂറ്റാണ്ടായിക്കൊണ്ട് പഴുതു നോക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ആലപ്പുഴ കൊല്ലം മേഖലയിലെ കടൽ മണ്ണ് ഊറ്റിയെടുത്ത് ഖനനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കരിമണൽ കർത്തായുടെ കമ്പനിക്ക് വരവൊരുക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യത്തിൽ അതിൻ്റെ ആവശ്യമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഓരോ മാസവും അയച്ചു കൊടുത്ത പൈസ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്പർ 1 അല്ലല്ല അതൊന്ന് പറഞ്ഞു, ഒന്ന് ക്ലിയർ ആക്കി പോവാം. അങ്ങനെ ഒരു വാദമായിരുന്നില്ലേ മാത്യു കുഴൽനാടൻ കോടതിയിൽ വെച്ചത്? എന്നിട്ടല്ലേ ഇപ്പോൾ ഹൈക്കോടതി നടക്കാൻ തിരിച്ചടി കിട്ടിയത്? പിന്നെയും അതെങ്ങനെയാണ് ആവർത്തിക്കുന്നത് നിജേഷ് അരവിന്ദ്? അത് ശരിയാണോ അങ്ങനെ ആവർത്തിക്കുന്നത്? താങ്കൾ നാടകരഹിതമായി, താങ്കൾ നാടകീയമല്ലാതെ വളരെ ശുദ്ധമായി സംസാരിക്കുന്ന ഒരാളാണല്ലോ. താങ്കൾ പറയൂ, ഇതേ വാദങ്ങൾ തന്നെയല്ലേ കോടതി മുറിയിൽ മാത്യു കുഴൽനാടൻ തിരിച്ചടി ലഭിച്ചത്? ഇതേ വാദങ്ങളിൽ തന്നെയല്ലേ? അത് ഒരു കോടതിയിൽ നിന്നല്ല, നിരവധിയായി. ഞാൻ രണ്ടാമത്തെ കാര്യം പറയാം. കുറ്റവാളികൾ പലതരത്തിലുണ്ട്. ചെന്താമരയെ പോലെ നേരെ വന്ന് വെട്ടി കാടിനകത്ത് കിടന്ന് പിടിച്ചുകൊണ്ട് ജയിലിൽ പോകുന്നത് എനിക്ക് ഇനിയും വെട്ടണം എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ സുകുമാരക്കുറുപ്പിനെ പോലെയുള്ള ആളുകളുണ്ട്. നീണ്ട 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടാത്ത ആളുകളുണ്ട്. റിപ്പർ ചന്ദ്രൻ പോലെയുള്ള ആളുകളുണ്ട്. അപ്പോൾ കോടതിക്കകത്ത് വന്ന് ശിക്ഷ കൊടുത്താൽ മാത്രമല്ല ഒരു പ്രതിയാകുന്നത്. വളരെ മനോഹരമായി എല്ലാ സാങ്കേതിക വശവും ചെയ്തുകൊണ്ട് ഒരാൾക്ക് തട്ടിപ്പ് നടത്താൻ സാധിച്ചാൽ അയാൾ ഇതിൽ വിദഗ്ധനാണ്. അത് യാതൊരു സംശയമില്ല. ശ്രീ നിജേഷ് അരവിന്ദ്, ഇങ്ങനെ താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത് വളരെ ക്രൂരമായ, വളരെ തെറ്റായ രീതിയിലുള്ള ഉപമയാണ് താങ്കൾ വെച്ചത്. പോട്ടെ, താങ്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങളുടെ പാർട്ടി ഏൽപ്പെട്ട ഒരു ദുരവസ്ഥയും പരിഗണിച്ച്, ഈ വിഷയത്തിലുള്ള ദുരവസ്ഥയും പരിഗണിച്ച് ഞാനത് ക്ഷമിക്കാം, ഞാനത് വിടുന്നു. ഒറ്റക്കാര്യം നിജേഷ്, ഒറ്റക്കാര്യം. താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യം ആർക്കെതിരെയും ആർക്കും ചെയ്യാനാകുന്നതല്ലേ? എനിക്ക് നിജേഷ് അരവിന്ദിനെതിരെയും അല്ലെങ്കിൽ നിജേഷ് അരവിന്ദിന് വേറൊരാൾക്കെതിരെയും, എന്തിന് VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും ഒക്കെ എതിരെ ഇത്തരത്തിലൊരു വാദം ഒരു തെളിവുമില്ലാതെ പറയാനാകുന്നതല്ലേ? തെളിയിക്കാനാകാത്ത, തെളിവില്ലാത്തൊരു വാദം പറഞ്ഞിട്ട് ഈ രീതിയിൽ ഉപമ ശരിയാണോ നിജേഷ് അരവിന്ദ്? താങ്കളുടെ ധാർമ്മികത അതിന് അനുവദിക്കുന്നുണ്ടോ? അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ അജിംഷാദ് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് പ്രകാശ് മാഷ് പറഞ്ഞ കാര്യം,
പ്രകാശ് മാഷോട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് എന്ത് സേവനമാണ് കൊടുത്തത് എന്ന്, സേവനം കൊടുത്തിട്ടില്ല എന്ന് ആ കമ്പനിയുടെ മാനേജർ സുരേഷ് കുമാർ പറഞ്ഞ സത്യവാങ്മൂലം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പ്രകാശ് മാഷ് പറയുന്നത് 2 തരം സേവനമാണ്. ഒന്ന് മെയിൻ്റനൻസ് ആണ്, 2 വീണയുടെ വ്യക്തിപരമായ സേവനമാണ്. ആ വ്യക്തിപരമായ സേവനം തന്നെയാണ് ഒരു പ്രത്യേക കാലയളവിൽ സേവനത്തിനായി എത്തിയാൽ അതാണ് പറഞ്ഞത്. ഇൻഷുറൻസ് ഒരു കരാർ ഉൾപ്പെട്ടാൽ നമുക്ക് അപകടം കിട്ടിക്കഴിഞ്ഞല്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വീണയുടെ വ്യക്തിപരമായ സേവനം. ഇനി അത് അവിടെ നിൽക്കട്ടെ. ആ സേവനം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ശ്രീ ജയചന്ദ്രനിലേക്കാണ് വരുന്നത്. ശ്രീ ജയചന്ദ്രൻ, ഞാൻ 1,72,00,000 എന്ന് 8 തവണ പറഞ്ഞത് താങ്കൾ എണ്ണി. താങ്കൾ 16 തവണ അത് ആവർത്തിച്ചത് എനിക്ക് സന്തോഷമാണ്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക്, പ്രത്യേകിച്ചും ഈ ചാനൽ കാണുന്ന ആളുകളുടെ മനസ്സിലേക്ക് നിങ്ങൾക്കത് എത്തിക്കാൻ സാധിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. 2, എന്നെ കാണുമ്പോൾ താങ്കൾക്ക് നിരാശയുണ്ട് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട ജയചന്ദ്രൻ, താങ്കൾ ഒന്നുകൊണ്ടും പ്രയാസപ്പെടരുത്. കാരണം ഞാൻ എന്റെ പാർട്ടിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മൂന്നാമത്തെ കാര്യം അല്ല താങ്കൾ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകരെ കൂട്ടിക്കൊടുപ്പുകാർ എന്നൊരു ഭാഷ താങ്കൾ ഉപയോഗിച്ചു. എന്ത് വൈകാരിക തലത്തിലാണ് താങ്കൾ അത് പറഞ്ഞത് എന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. ഇനി 4ാമത്തെ കാര്യം ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിക്കാം ജിംഷാദെ. ശ്രീ സജീവന്റേതാണ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഉദാഹരണം. ശ്രീ സജീവൻ പറഞ്ഞു, ഞാൻ ഇൻഷുറൻസ് കമ്പനിക്ക് എല്ലാ മാസവും എല്ലാ വർഷവും പണം അടയ്ക്കാറുണ്ട്, എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സേവനം കിട്ടിയിട്ടില്ല. ഞാൻ ശ്രീ സജീവനോട് ഏത് കമ്പനിക്കാണ് അടയ്ക്കുന്നത് നോക്കണം. സ്റ്റാർ ഹെൽത്ത് ആണ് എങ്കിൽ അവർ മറ്റേതെങ്കിലും ആളുകൾക്ക് സഹായം കൊടുത്തിട്ടുണ്ടോ എന്നുകൂടി നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ ഇൻഷുറൻസ് കമ്പനിയുടെ സ്വഭാവം ശ്രീ സജീവൻ അറിയാമല്ലോ. അതായത് നിങ്ങൾ ഒരു കരാറിൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഏർപ്പെടുക, നിങ്ങൾക്ക് ഈ വർഷത്തിനിടയിൽ ഇന്ന രോഗങ്ങൾ വന്നാൽ അതിന്റെ ഇന്ന ട്രീറ്റ്മെന്റ് പൈസ ഞങ്ങൾ തരുമെന്നാണ്. ആ രോഗം വന്ന ആളുകൾക്ക് അവർ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കോടതിയിൽ പോകണം. അല്ലാതെ ഞാൻ ഇതുവരെ പൈസ അടച്ചിട്ട് എനിക്കൊന്നും തന്നിട്ടില്ല എന്ന് വിലപിക്കാൻ പാടില്ല. അത് നിങ്ങൾ ചെയ്ത തെറ്റായ ഒരു ഉദാഹരണമാണ്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് AMC. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ നിജേഷ് അരവിന്ദ്. ഈ ഒരു IT കമ്പനി, ഒരു സ്വതന്ത്രമായ IT കമ്പനി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി, എക്സാലോജിക് കമ്പനി CMRL-മായി അവരുടെ ബിസിനസ് സംബന്ധിയായ ഒരു കരാർ ഒപ്പിടുകയാണ്. അതിൽ ഒരു നിശ്ചിത കാലത്തേക്കുള്ള ഈ കരാർ പ്രകാരം ഇത്ര തുക നൽകും എന്നതുമായി ബന്ധപ്പെട്ട് അവരൊരു കരാർ ഒപ്പിടുകയും അവരുടെ ആ ഒരു വർക്ക് അതിൻ്റെ ഇൻറ്റേർണലി നടക്കുകയും ചെയ്യുന്നൊരു പ്രോസസ്സിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഒക്കെ പിടിച്ച് അതിനകത്തേക്ക് ഇടുന്നത്? അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ് സ്വതന്ത്രമായി നടത്താനുള്ള അവകാശമില്ലേ? നിങ്ങളുടെ നേതാക്കന്മാരുടെ മക്കൾ ആരും ഇത്തരത്തിലൊരു ബിസിനസ് നടത്തുന്നില്ലേ? അജിംഷാദ്, 1 മിനിറ്റ് സമയം തന്നാൽ ഞാൻ പറയാം. ഞാൻ നേരത്തെ ശ്രീ സജീവനോട് ചോദിച്ച സ്റ്റാർ ഹെൽത്ത് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെൽത്ത് കമ്പനി ആണെങ്കിൽ അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അവർക്കൊരു നേരത്തെ പ്രവർത്തിച്ച പരിചയമുണ്ട്. ഞാൻ അജിംഷാദിനോട് ചോദിക്കുന്നു, എക്സലോജിക് സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ അവരേറ്റെടുത്ത സമാനമായ IT ജോലികൾ ഏതാണ്? ഇന്നലകളിൽ അവർ ഏറ്റെടുത്ത ഏത് കമ്പനിയൊക്കെ ആയിട്ട് അവർക്ക് കോൺട്രാക്ട് ഉണ്ടായിരുന്നു? IT മേഖലയിൽ KMRL കമ്പനി അവർ കരിമണൽ കമ്പനിയാണ്, അവർക്ക് IT-യുമായി ബന്ധപ്പെട്ട കമ്പനിയല്ല. അവർക്ക് ആകെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ ആണ്, അവരുടെ അക്കൗണ്ട്സ് നോക്കാനുള്ള സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ അവരെ തൊഴിലാളികളെ ഡിപ്ലോയ് ചെയ്യാനുള്ള ചില സോഫ്റ്റ്വെയർ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എക്സലോജിക്കൽ കമ്പനിയുടെ ഹിസ്റ്ററിക്കകത്ത്, പ്രീ ഹിസ്റ്ററിക്കകത്ത്, അവരുടെ എക്സ്പീരിയൻസിനകത്ത് ഏതു തരത്തിലുള്ള സേവനങ്ങളെല്ലാം ചെയ്ത കമ്പനിയാണ്. ആ കമ്പനിക്ക് ഇപ്പോൾ വെബ്സൈറ്റ് ഇല്ല, അജിംഷാദിന് അറിയാലോ. ആ കമ്പനി ഇപ്പോൾ പൂട്ടിപ്പോയി, അത് പറയാനല്ലോ. പഴയ കാര്യം നോക്കാനുള്ള വഴിയുമില്ല. അതുകൊണ്ടാണ് ഞാൻ അജിംഷാദിനോട് ചോദിക്കുന്നത്, ഇതുവരെ എക്സലോജിക്കൽ കമ്പനിയുടെ അഡ്വക്കേറ്റിന്റെ ജോലി ചെയ്ത അജിംഷാദിനോട് ചോദിക്കുന്നത്, പഴയ കാലത്ത് എക്സലോജിക്കൽ സൊല്യൂഷൻ വീണ വിജയന്റെ കമ്പനി എന്ത് ജോലികളാണ് ചെയ്തത്? ഞാനൊരു മറുചോദ്യം ചോദിക്കുന്നു. ഈ മാത്യു കുഴൽനാടനെ തന്നെ നമുക്കെടുക്കാം. മാത്യു കുഴൽനാടന് ഒരു അസോസിയേറ്റ്സ് ഉണ്ട്, ലീഗൽ അസോസിയേറ്റ്സ്. അദ്ദേഹം അഭിഭാഷകനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ലീഗൽ അസോസിയേറ്റ്സും ഉണ്ട്. അദ്ദേഹം ഒരു കമ്പനിയുമായി ഒരു കരാറിലേക്ക് ഏർപ്പെടുകയാണ്. അതായത് നിങ്ങൾക്ക് വേണ്ട നിയമപരമായ കാര്യങ്ങളിൽ ഞങ്ങൾ സഹായിക്കാം, ഇത്ര കാലത്തേക്ക് ഒരു കരാറിൽ ഒപ്പിടുകയാണ്. അവിടെ നിയമപ്രശ്നം ഉണ്ടായാൽ ഇടപെടാമെന്നാണ്. പക്ഷേ അവിടെ നിയമപ്രശ്നം ഉണ്ടായി കേസ് നടത്തേണ്ട ആവശ്യം വന്നില്ലെങ്കിൽ പോലും ആ കരാർ പ്രകാരം ഇതേ മാത്യു കുഴൽനാടൻ്റെ ലീഗൽ അസോസിയേറ്റ്സിന് ഈ കമ്പനി പണം നൽകണം. അതാണല്ലോ കരാറ്. അപ്പോൾ കേസുണ്ടായില്ല, അതുകൊണ്ട് അതിൽ നിന്ന് പണം കൈപ്പറ്റുന്നത് അഴിമതിയാണ്,
അത് മാത്യു കുഴൽനാടൻ MLA എന്ന നിലയിൽ, കോൺഗ്രസ് എന്ന നേതാവ് എന്ന നിലയിൽ ആ സ്വാധീനം ഉപയോഗിച്ചതാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിലെന്തെങ്കിലും യുക്തി താങ്കൾ കാണുന്നുണ്ടോ ശ്രീ നിജേഷ് അരവിന്ദ്? യെസ്, ഞാൻ പറയാം. പറ. മാത്യു കുഴൽനാടന്റെ ലീഗൽ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം വക്കീലന്മാരുടെ അസോസിയേഷനാണ്, അല്ലെങ്കിൽ അവരുടെ കമ്പനിയാണ്. അവർ പ്രീവിയസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ആളുകൾക്ക് നിയമോപദേശങ്ങൾ നൽകലാണ്, അവരുടെ കേസിൽ ഇടപെടലാണ്. അതാണ് അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി. അവരൊരു കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ ആവശ്യം വന്നാൽ ഇവരത് ചെയ്തു കൊടുക്കും. അതാണ് അവരുടെ ജോലി. ആ കരാർ രണ്ട് തരത്തിലുള്ള കരാറുണ്ടാവും. ഒരു വർഷത്തേക്ക് ഇന്ന ജോലികൾ ചെയ്താലുള്ള കരാർ, അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള മൊത്തം കോൺട്രാക്ട്. ഈ രണ്ട് രീതിയിലും ഏറ്റെടുക്കാം. അവർ ലീഗൽ കമ്പനി ആയതുകൊണ്ട്, അവർ വക്കീലന്മാരായതുകൊണ്ട്, അവർക്ക് പ്രീവിയസ് ഹിസ്റ്ററി ഉള്ളത് കൊണ്ട്, അവരെങ്ങനെ ചെയ്തതുകൊണ്ട്. ഞാൻ നേരെ തിരിച്ചു ചോദിക്കുന്നു, എക്സലോജിക് സൊല്യൂഷന്റെ അല്ല, ഇതേ യുക്തി ഈ പറഞ്ഞ, അതായത് മാത്യു കുഴൽനാടന്റെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ മാത്യു കുഴൽനാടന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ്. എന്നിട്ട് എന്താണ് കോടതിയിൽ നിന്ന് തെളിയിക്കാനാകാതെ പോയത്? കോടതിയിൽ നിന്ന് എങ്ങനെയാണ് പിന്നെ തിരിച്ചടി കിട്ടിയത്? അല്ല, ഒരൊറ്റ കാര്യം നിജേഷ് അരവിന്ദ് പണം വാങ്ങാനുള്ള വഴി വീണ വിജയൻ ഉണ്ടായിരുന്നു. അല്ലാതെ സജീവൻ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയും, അജിംഷാദ് പറയുന്ന ലീഗൽ കമ്പനിയും, പ്രകാശൻ മാഷ് പറയുന്ന വ്യക്തിപരമായ സഹായത്തിന്റെ കമ്പനിയും, ഇത് ജയചന്ദ്രൻ പറയുന്ന ANC-യും ഒന്നും നിലനിൽക്കില്ല. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് KSIDCക്ക് ഷെയർ ഉള്ള കമ്പനി എല്ലാ മാസവും വളരെ കൃത്യമായിക്കൊണ്ട് ഈ വീണ വിജയന് പണം കൊടുത്തു. എന്നിട്ട് എന്താണ് കോടതിയിൽ അല്ല തെളിവുണ്ടോ? നിങ്ങളുടെ പക്കൽ തെളിവുണ്ടോ നിജേഷ് അരവിന്ദ്? ഈ പറഞ്ഞ ആരോപണത്തിന് നിങ്ങളുടെ പക്കൽ തെളിവുണ്ടോ? നിജേഷ് അരവിന്ദ്, ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് തെളിവുണ്ടോ? ഒരു തെരുവിലെ വർത്തമാനം എന്നതിനപ്പുറത്തേക്ക് ഞാനും അജിംഷാദും വിശ്വസിക്കുന്നു. കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. നിങ്ങളുടെ വാദം എന്താണ്? ശരി, ഞാൻ ചോദിക്കട്ടെ, മൊകേരി സ്കൂളിലെ, ഈസ്റ്റ് സ്കൂളിലെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ജയകൃഷ്ണൻ എന്ന് പറയുന്ന അധ്യാപകനെ വെട്ടി നുറുക്കി കൊന്നു. ആ കൊലക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷ കൊടുത്തു. അടുത്ത കോടതി അവരെ വെറുതെ വിട്ടു. അത് ഈ ജയകൃഷ്ണൻ മാഷ് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടില്ലേ? അദ്ദേഹം മരിച്ചിട്ടില്ലേ? അപ്പൊ അത് ഏതെങ്കിലും ഒരു കേസിൽ കോടതി ഒരു വാദം പറഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു വെക്കുന്നിടത്ത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് താഴത്തെ കോടതി പറഞ്ഞത് തള്ളിയതിനെ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിജേഷ് അരവിന്ദ് വളരെ ഷാർപ്പായി ഒരൊറ്റ കാര്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ഒരൊറ്റ കാര്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഒന്ന്, ഇത്തരം കാര്യങ്ങൾ തന്നെയല്ലേ മാത്യു കുഴൽനാടൻ എന്ന അഭിഭാഷകനായ നിയമപരിജ്ഞാനമുള്ളയാൾ കോടതിയിൽ കൊണ്ടു നടന്നത്? ഒന്നല്ല, ഹൈക്കോടതിയിലടക്കം കോടതികളിൽ നിന്നെല്ലാം ഇതേ വിഷയത്തിലല്ലേ തിരിച്ചടി കിട്ടിയത്? മടക്കി കെട്ടി പോകേണ്ടി വന്നത് അങ്ങനെയല്ലേ? താങ്കൾ പറയുന്ന ഈ യുക്തി ഈ കേസിനുണ്ടായിരുന്നെങ്കിൽ, ഈ മെറിറ്റ് ഈ കേസിനുണ്ടായിരുന്നെങ്കിൽ കോടതി പറയില്ലേ ഒന്ന് അന്വേഷിക്കട്ടെ, അതിൻ്റെ സത്യം തരട്ടെ എന്ന്. അന്വേഷിക്കാൻ പോലും യോഗ്യമല്ല, അതിനുള്ള തെളിവ് പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞ ഒരു കേസിനെ സംബന്ധിച്ചാണ് ഈ നിജേഷ് അരവിന്ദ് ഇത്രയും വാചാലമായി സംസാരിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി, താങ്കൾ ഞാൻ ചോദിച്ച ലീഗൽ അസോസിയേറ്റ്സുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ച ആ കാര്യത്തിൽ താങ്കൾ അപ്ലൈ ചെയ്ത അതേ യുക്തി ഈ വിഷയത്തിൽ അപ്ലൈ ചെയ്താൽ തീരുന്നതേ ഉള്ളൂ പ്രശ്നം. നിജേഷ് അരവിന്ദ്, M ജയചന്ദ്രൻ കൈ ഉയർത്തി, എന്തോ പറയാനുണ്ട്. ഞാൻ പ്രകാശ് മാസിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ജയചന്ദ്രൻ. അല്ല, അത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അജിംഷാദെ. ഇതെന്ത് ചർച്ച ചെയ്ത് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും പിണറായി വിജയനും വീണ വിജയനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ചർച്ച നോൺസെൻസ് ആണത് കേട്ടോ. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ CMR എന്ന കമ്പനി 135 കോടി രൂപ ആദായ നികുതി വെട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് കേസ് വന്നത്. പക്ഷെ അവിടെ ചർച്ച മുഴുവൻ പിണറായി വിജയൻ, വീണ വിജയൻ. ഇതെന്ത് ചർച്ചയായത്? ഇത് നിജേഷിന് പ്രശ്നം വഴിതെറ്റിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. അതിനല്ല അതിനുത്തരം പറഞ്ഞു പോയതാണ്. കാരണം ഈ രീതിയിൽ പോകാൻ കഴിയില്ല. അത് ശരിയാണ്. അതാണല്ലോ നമ്മൾ നിങ്ങൾ മൂന്ന് പേരും അതാണ് അതേ സംബന്ധിച്ച് വിശദീകരിച്ചതും. ഞാൻ പ്രകാശ് മാസ്റ്ററിലേക്ക് പോകുന്നു. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഒരൊറ്റ കാര്യം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതല്ല അദ്ദേഹം പറഞ്ഞതിന്റെ യുക്തി എനിക്ക് പിടികിട്ടി, പക്ഷേ താങ്കൾക്ക് അത് പിടികിട്ടിയില്ലെന്നേ ഉള്ളൂ. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇവിടെ
ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ മെറിറ്റ് വലിയ അർത്ഥത്തിലുള്ള ഒരു അഴിമതിയുടെ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പരാതികളും അതൊക്കെ അവിടെ നിൽക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ പൊളിറ്റിക്കലായ കാര്യം എന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഒരു തെറ്റായ കാര്യത്തിൽ ഒരു തെളിവുമില്ലാതെ വലിച്ചിഴയ്ക്കുകയും അതിന് കോടതിയിലേറ്റ തിരിച്ചടിയുമാണ്. അതാണ് രാഷ്ട്രീയമായി പ്രധാനമായും മാത്യു കുഴൽനാടൻ അടക്കമുള്ള പ്രതിപക്ഷം ഉത്തരം പറയേണ്ടത്. അതുകൊണ്ടാണ് ചർച്ച അതിനെ ഫോക്കസ് ചെയ്ത് തന്നെ നീങ്ങിയത്. നിജേഷ് അരവിന്ദ് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള താങ്കളുടെ മറുപടി. ഇതിൽ നിജേഷ് അരവിന്ദ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാര്യം പോലും ഈ 3 കോടതിയുടെ മുമ്പ് ഉന്നയിക്കാത്ത കാര്യമില്ല. ആ 3 കോടതികളിലും ഉന്നയിച്ച അതേ കാര്യം 3 കോടതികളും എഴുതി കളഞ്ഞ കാര്യം അത് തന്നെയാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ യഥാർത്ഥമായ പ്രശ്നം എന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ മുന്നോട്ട് പോക്കിൻ്റെ ഏറ്റവും വലിയ തടസ്സമാണ്. അദ്ദേഹം സൂര്യ തേജസ്സായിട്ട് കേരളത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരു നിലക്കും അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ലാവലിൻ കേസ് പറഞ്ഞു, കമല ഇൻ്റർനാഷണൽ പറഞ്ഞു, വൻ കൊട്ടാരം എന്നുള്ള വീട് പറഞ്ഞു, ബിരിയാണിയിലെ സ്വർണ്ണക്കടത്ത് പറഞ്ഞു, ചെമ്പിലെ സ്വർണ്ണക്കടത്ത് പറഞ്ഞു, അതുപോലെ തന്നെ എക്സാലോജിക്ക് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താതെ ഒരു കാരണവശാലും നിൽക്കാനാവില്ല എന്നുള്ളത് ഇന്ന് അവർ പറയുന്നൊരു കാര്യമാണ്. അതിനവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഈ പറയുന്ന വിധി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ CMRL ഏതെങ്കിലും ഒരു കരാർ LDFിൻ്റെ ഗവൺമെൻറ് കൊടുത്തതായിട്ട് പറയാൻ വേണ്ടി കഴിയുമോ നിജേഷ് അനന്തിന്? എന്നാൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് ലൈസൻസ്. അപ്പോൾ എങ്ങനെയാണ് ഈ കരിമ്പട്ടികയിൽപ്പെട്ടിരിക്കുന്നവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു എന്ന് സംബന്ധിച്ച ഒരു രാഷ്ട്രീയ നേതാവേ ഇന്ത്യ രാജ്യത്ത് ഈ കേരളത്തിലുള്ളൂ. അത് രമേശ് ചെന്നിത്തലയാണ്. പാർട്ടിക്ക് വേണ്ടി വായിച്ചു എന്നേ പറയുന്നുള്ളൂ. അതിനെങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി കഴിയുക? പിന്നെ വളരെ കൃത്യമായിട്ട് ഈ സ്ഥാപനത്തിന് എം ഡി പറഞ്ഞിട്ടുണ്ട്, മാനേജിംഗ് ഡയറക്ടർ ക്ലാരിഫൈഡ് ദാറ്റ് നോ ഇല്ലീഗൽ പേയ്മെന്റ് വാസ് മെയ്ഡ് ബൈ ദി കമ്പനി. അത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം ആധികാരികമായിട്ട് അതിനെ സംബന്ധിച്ച് പറയേണ്ടത്. ഇവിടെ ഈ രാജ്യത്ത് നടക്കുന്ന വലിയ കുംഭകോണങ്ങൾ അതൊന്നും ചർച്ചയല്ല. ഇപ്പോൾ ഓഹരി കുംഭകോണമുണ്ട്, കോടികളാണ്. സഹാറ ഇടപാടുണ്ട്, 2G സ്പെക്ട്രം ഉണ്ട്, ബൊഫോസ് ഉണ്ട്. അതൊന്നും ചർച്ചയല്ല. ഏതാ ചർച്ച? 1.72 കോടി ഉറുപ്പിക പണിയെടുത്തിട്ട് വാങ്ങിച്ച അതിന് വരെ ചർച്ചയാണ്. അതിന് മേലെ എത്ര അന്വേഷണം പരിശോധിക്കാൻ വേണ്ടി കഴിയണ്ടേ? IT അന്വേഷണം, SFI അന്വേഷണം, ED അന്വേഷണം, അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് അന്വേഷണം. ഇതാണില്ലേ നിങ്ങൾക്ക്? BJPക്കാർ ഇത്ര നഗ്നമായിട്ട് കേരള ഗവൺമെന്റ് വേട്ടയാടാൻ ഈ സംഭവത്തെ ഉപയോഗിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളായി പോയെന്ന ഒറ്റ കാരണം കൊണ്ട് പണിയെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അതിന് എതിർക്കാൻ പറ്റപ്പെട്ട പാർട്ടിയല്ലേ കോൺഗ്രസ്? ന്യായീകരിക്കുകയാണ്. കോടികൾ അനുമതി അത് വിഷയമല്ല. പണമെടുത്ത് 1.7 പണിയെടുത്തിട്ട് 1.72 കോടി ശമ്പളം വാങ്ങിച്ചതിന് ഇപ്പോൾ കരാറിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൺസൾട്ടൻസി കരാറാണ് വീണക്ക്. അതൊരു എക്സാലോജിക്കിന് അവരുടെ സോഫ്റ്റ്വെയർ മാനേജ്മെന്റ് ആണ്. അതെല്ലാം നേരത്തെ വ്യക്തമാക്കപ്പെട്ട കാര്യമില്ലേ? ഓരോ മാസവും പരിശോധിച്ചിട്ട് കൊടുത്തിരിക്കുന്ന റെമ്യൂണറേഷൻ അല്ലേ? അത് വലിയ അന്വേഷണം 4 ഏജൻസി അന്വേഷിക്കുകയാണ്. ഈ 1.72 കോടി ഉറുപ്പിക വാങ്ങിച്ചത്, ദശലക്ഷക്കണക്കിന് കോടി വാങ്ങിയത് അന്വേഷണമില്ല, ചർച്ചയില്ല. അത് അഴിമതിയല്ല. ഇവിടെ ഈ പറയുന്ന പണിയെടുത്ത് പൈസ വാങ്ങിച്ചതാ അഴിമതി. ഇവിടെ രമേശ് ചെന്നിത്തല പൈസ വാങ്ങിച്ചത് അത് അഴിമതിയല്ല. SFIയിൽ ഈ പറയുന്ന CMRLന് ലൈസൻസ് കൊടുത്തത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, അത് പ്രശ്നമല്ല. ഞങ്ങൾ ഒരു നിലക്കുമുള്ള ലൈസൻസ് കൊടുത്തിട്ടില്ല. പിന്നെ കോടതി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ഒരു കേസ് കൊടുത്തല്ലോ, ഈ പറഞ്ഞ എക്സാലോജി കമ്പനിയും CMRലും തമ്മിലുള്ള ധനകാര്യ ഇടപാട് പരിശോധിക്കണം. കുഴൽനാടൻ കൊടുത്ത പരാതിയില്ലേ? ആ പരാതി കോടതി തള്ളിക്കളഞ്ഞല്ലേ? അതിന് വൃത്തികേടുകൾ വീണ്ടും പറയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളിപ്പോ പ്രതികളെ സംബന്ധിച്ച് പരാമർശിക്കാത്ത ആർക്കാ ചെയ്യാന്നറിയോ? നിങ്ങൾ കുറെ പേര് പറഞ്ഞല്ലോ. രമേശ് ചെന്നിത്തലക്ക് പേര് ചേരും, മരിച്ചുപോയി എന്നുള്ള ഉമ്മൻചാണ്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ നേതാക്കന്മാരാണ് അവരുടെ പേരുകൾ ചേരുക. അതിന് അവരെല്ലാം പേര് പ്രതിയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പറയാണ്, നാണമാണ് നിങ്ങൾക്ക്. കേരളത്തിലെ ജനങ്ങൾ 3 കൊല്ലമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ അടി കിട്ടിയപ്പോൾ ഇപ്പോൾ വീണ്ടും അതേ ന്യായം കോടതി പറഞ്ഞ ഒരൊറ്റ വ്യത്യാസമില്ലാതെ ന്യായം വീണ്ടും ഇവിടെ പറയാണ്. അടിവരയിടേണ്ട ഒരു രാഷ്ട്രീയ പോയിന്റും അത് തന്നെയാണ്. കാരണം കോടതിയിലടക്കം ഇത്രയേറെ തെറ്റിദ്ധാരണകൾ പരത്തി ജനങ്ങളുടെ ഇടയിൽ വാർത്തകളാക്കിയും പ്രചരണങ്ങളാക്കിയും നടത്തിയിട്ട് കോടതിയിൽ, അത് ഒരു കോടതിയിലല്ല, കീഴ്ക്കോടതിയിലും ഇപ്പോൾ ഹൈക്കോടതിയിലും തിരിച്ചടി നേരിട്ടിട്ടും പിന്നെയും അതേ വാദം ചാനലുകളിൽ പറയാനുള്ള തൊലിക്കെട്ടി അതേ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞത് പ്രത്യേകം അടിവരയിടേണ്ടത്. എന്തായിരുന്നാലും കള്ളങ്ങൾ കെട്ടിപ്പൊക്കി ഇത്തരം പ്രചരണങ്ങൾ നടത്തിയവർക്കുള്ള വലിയ മാതൃകാപരമായ തിരിച്ചടി കൂടിയാണ് ഇതിലുള്ളത്. ഒപ്പം മാധ്യമങ്ങളും ആ തിരിച്ചടിയിൽ തന്നെ ഉൾപ്പെടുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ പോലും ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിലൂടെ പൂർണ്ണമാകുന്നു.